പ്രവൃത്തി 2-ാം അധ്യായം 36 മുതൽ 42 വരെ. യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ചെയ്യുക. എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ പ്രതിമാസ ധ്യാനത്തിൽ നമ്മൾ ഇതുവരെയും പഠിച്ചത് എബ്രായർ 6-ാം അധ്യായത്തിലുള്ള അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ 7 അടിസ്ഥാന ഉപദേശങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2:42 നമ്മൾ വായിച്ച അപ്പോസ്തോലിക സഭയുടെ 4 ആചാരങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:41 42 ഒന്ന് വായിക്കാവോ? അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഈ 4 കാര്യങ്ങളാണ് വചനം കേട്ട് സ്നാനപ്പെട്ടവർ എന്ന് പറയുന്ന ആദിമ സഭയിലെ 3000 പേർ ഒന്നിച്ചുകൂടി ചെയ്തതെന്തായിരുന്നു? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ നമ്മളിനി ഈ 4 കാര്യങ്ങളാണ് ചിന്തിക്കാൻ പോകുന്നത്. ഉപദേശത്തിൻ്റെ അടിസ്ഥാനമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നിരന്തരമായി തുടർമാനമായിട്ട് അപ്പോസ്തോലിക സഭ ചെയ്ത കാര്യങ്ങളാണ്. ഇനി നമ്മൾ പ്രായോഗിക തലത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്ത്. അതുകൊണ്ടാണ് ആചാരം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. ആചാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പതിവായിട്ട് ചെയ്യുന്ന കാര്യം എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 ആചാരങ്ങളാണ് നമ്മൾ ഇനിയുള്ള തുടർമാനമായിട്ടുള്ള 4 മാസങ്ങളിൽ പഠിക്കുന്നത്. അങ്ങനെ ഈ പഠന പരമ്പര ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നുണ്ടോ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും, അല്ലേ? ഒരു പ്രാദേശിക സഭ സ്ഥിരമായി ചെയ്യേണ്ട 4 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലെന്തുകൊണ്ടാണ് ഈ ഒന്നാമത് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? എന്തുകൊണ്ടാണ് ഉപദേശം പഠിച്ച കാര്യം ആദ്യം പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആരാധന പറയാത്ത, അപ്പം നുറുക്കി ആരാധിച്ചു എന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? അല്ലെ കൂട്ടായ്മ ആചരിച്ചു, അല്ലെ പ്രാർത്ഥന കഴിച്ചു, പ്രാർത്ഥനയല്ലേ ഒന്നാമത്തെ, അല്ലേ? എന്തുകൊണ്ടാണ് ഉപദേശം പഠിച്ചത് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിൽ നിന്ന് ദൈവസഭയെക്കുറിച്ചുള്ള വീക്ഷണം പുറത്തു വരും. ഞാൻ പാസ്റ്റർമാരെ ട്രെയിൻ ചെയ്യുമ്പോൾ സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇവിടെ എന്തുകൊണ്ടായി ഒന്നാമത് ഉപദേശം പഠിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? അല്ലേ, ഇന്ന് സഭകളിലൊക്കെ അവസാനത്തെ കാര്യം ഉപദേശം പഠിക്കുന്നത്. ആദ്യം പാട്ട് കൂത്ത് ബഹളമൊക്കെയാണ്, അല്ലേ, നമ്മുടെയൊക്കെ സഭകളിൽ. ഇവിടെ എന്തുകൊണ്ടാണ് ഉപദേശം ആദ്യം കൊടുത്തിരിക്കുന്നത്? എന്താ ദൈവസഭ, ഒരു പ്രാദേശിക സഭ എന്തായിരിക്കണം? ശിഷ്യന്മാരുടെ ഒരു കൂട്ടമായിരിക്കണം. ഈ ശിഷ്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തുവാ? എല്ലാവരും മൗനം. ശിഷ്യൻ, അതെ, കർത്താവിനെ പിൻപറ്റുക. എങ്ങനെ പിൻപറ്റുന്നത്? ഈ ശിഷ്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഗുരുവിൽ നിന്ന് പഠിക്കുന്നവൻ, അല്ലേ? അത് യവന ഭാഷയിലും അങ്ങനെ തന്നെയാണ്. യവന ഭാഷയിൽ മാത്തറ്റേസ് എന്ന് പറഞ്ഞൊരു വാക്കാണ് ഈ ശിഷ്യൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലെ ആ മാത്ത്, തുറക്കം എല്ലാവർക്കും കേൾക്കാമല്ലോ, മാത്ത്, അതിൽ നിന്നാണ് മാത്തമാറ്റിക്സ് എന്നുള്ള വാക്ക് വരുന്നത്. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ വെറും അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം. അപ്പോൾ ഒരു ഗുരുവിൽ നിന്ന് പഠിക്കുന്ന എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അറിവ്, ഇപ്പോൾ ഞാനിവിടെ പഠിപ്പിക്കുന്ന പോലെ അറിവ് പ്രാപിച്ചു പോവുകയല്ല, ആ ഗുരുവിനെ പിൻപറ്റുവാൻ വേണ്ടി, അല്ലേ, ഗുരുവിൻ്റെ ഉപദേശവും ഗുരുവിൻ്റെ ജീവിതശൈലിയും ഒക്കെ കണ്ടുപഠിക്കാൻ വേണ്ടി. നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഗുരുകുലം പോലെ ഒരു ഗുരുവിൻ്റെ അവിടെ പോയി അങ്ങ് കീഴ്പ്പെടുകയാണ്. ഇനി നിങ്ങളാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത് പോലെ ഒരു വിദ്യാർത്ഥിയല്ല ശിഷ്യൻ എന്ന് പറഞ്ഞാൽ. പഠിക്കുന്നത് കൊണ്ടൊരു വിദ്യാർത്ഥിയല്ല. ഇന്ന് വിദ്യാർത്ഥികളൊക്കെ ചുമ്മാ സ്കൂളിൽ പോയി, അല്ലേ, ആരാണ്ടോ പഠിപ്പിക്കുന്നു, ആരാണ്ടോ കേൾക്കുന്നു, അത് തുപ്പി വെക്കുന്നു, അല്ലേ, അത്രയേ ഉള്ളൂ. ആ പഠിത്തമല്ല ഇത്.
ഇതൊരു ശിഷ്യൻ ബന്ധം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ ഒന്നാമത് അവിടെ നടക്കേണ്ടത് ശിഷ്യത്വമായിരിക്കണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കണം, അല്ലേ? അറിവ് സമ്പാദനം മാത്രമല്ല, അവനെ പിൻപറ്റുവാൻ വേണ്ടി അവനെ പഠിക്കുന്ന ഒരു കൂട്ടമായിരിക്കണം. ഇന്ന് പല സഭകളും സ്ഥാപിക്കുന്നവർക്ക് തന്നെ ഈ ഒരു വീക്ഷണമില്ല. പലപ്പോഴും അവിടെ എന്തെങ്കിലുമൊക്കെ ആളെ കൂട്ടാനുള്ള എന്തെങ്കിലുമൊക്കെ തട്ടുപൊളിപ്പം പരിപാടികളാണ്, തല്ലിപ്പൊളി പാട്ടും കൂത്തും ഒക്കെ. അതായത് ഉപദേശം പഠിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിലോട്ട് അധികം ആളുകൾ വരത്തില്ല, അല്ലേ? അതിനോട് നമുക്ക് വലിയ എരിവൊന്നുമില്ല. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഇന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷേ ഈ വാക്യത്തിലെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം മുറിച്ചും എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പോന്നു, അല്ലേ? ആ വാക്ക് വളരെ കാതലായ ഒരു വിഷയമാണ്, പോന്നു എന്ന് പറയുന്നത്. ആ പോന്നു എന്ന് പറയുന്ന വാക്ക് ഈ പറഞ്ഞിരിക്കുന്ന 4ഉമായിട്ടും ചേർന്ന് പോകേണ്ടതാണ്. അത് യവന ഭാഷ പഠിച്ചാൽ നമുക്കറിയാം. ആദ്യം പറഞ്ഞിരിക്കുന്ന ആ വാക്കാണ്. ഇംഗ്ലീഷിലൊക്കെ അതുകൊണ്ടാണ് ആദ്യം ദേ കണ്ടിന്യൂഡ് ഇൻ അല്ലെങ്കിൽ ദേ ഡിവോട്ടഡ്, പിന്നാണ് ഈ 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ വാക്യത്തിലെ ക്രിയ എന്ന് പറയുന്നത് ഈ പോന്നുമാണ്, പോന്നു. പിന്നെ എന്തോന്ന് ചെയ്തു പോന്നു എന്ന് ചോദിച്ചാൽ ഈ 4 കാര്യങ്ങൾ ചെയ്തു പോന്നു, അല്ലേ? അപ്പോൾ ആ പോന്നു എന്ന് പറഞ്ഞ വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യവന ഭാഷയിൽ ബുദ്ധിമുട്ടുകൾക്കിടയിലും കഠിനമായ പരിശ്രമത്തോടെ എന്തെങ്കിലും ചെയ്ത് തുടരുക. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ടു കണ്ടിന്യൂ ടു ഡു സംതിങ് വിത്ത് ഇൻറ്റൻസ് എഫേർട്ട് വിത്ത് എ പോസിബിൾ ഇംപ്ലിക്കേഷൻ ഓഫ് ഡിസ്പൈറ്റ് ഡിഫിക്കൽറ്റി. എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം തുടർമാനമായിട്ട് അതിനെ ചെയ്ത് മുന്നോട്ട് പോവുക. എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടൊരു കാര്യം സ്ഥിരോത്സാഹത്തോടെ ചെയ്യുക. അപ്പോൾ വല്ലപ്പോഴും ഒരു ഉപദേശം കേട്ടാൽ പോരാ, വല്ലപ്പോഴും പ്രാർത്ഥിച്ചാൽ പോരാ, ആണ്ടിലൊരു കൺവെൻഷന് പ്രസംഗം കേട്ടാൽ പോരാ, അല്ലേ? തുടർമാനമായിട്ട് അവർ ചെയ്തു എന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ആചാരം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോസ്തോലിക ആചാരങ്ങൾ എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളാണ്. ഇത് എല്ലാ ബുദ്ധിമുട്ടും എതിർപ്പും അവഗണിച്ച് കഠിനമായ പരിശ്രമത്തോടെ, ഇതുപോലെ ചുമ്മാ ഇരുന്നാൽ പോരാ, അല്ലേ? ഒരാൾ വന്ന് പഠിപ്പിക്കും, ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിയാൽ പോരാ, അല്ലേ? കഠിനമായ പരിശ്രമത്തോടെ പഠിക്കണം, അല്ലേ? ഇപ്പോൾ പ്രാർത്ഥന, ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കും, നമ്മളിങ്ങനെ മിണ്ടായിരുന്നാൽ പോരെ, അല്ലേ? അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിൽ ഒരിക്കലും വളരാൻ പോകുന്നില്ല. അതൊക്കെ പിന്നെ പ്രാർത്ഥനയുടെ വിഷയത്തുമ്പോൾ പറയാം. അപ്പോൾ ഈ 12 മാസം നീണ്ടു നിൽക്കുന്ന ഈ പ്രതിമാസ വചനധ്യാനം കഴിയുമ്പോൾ എല്ലാം പഠിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഇതിനിടയിലുള്ള സമയമൊക്കെ നിങ്ങൾ പഠിച്ചോന്നനുസരിച്ചിരിക്കും, അല്ലേ? ഈ വചനം പഠിപ്പിക്കുന്ന ഒരാൾ വന്ന് പഠിക്കുന്നത് കേട്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടേലേ വചനത്തിൽ വളരത്തുള്ളൂ. അപ്പോൾ ആ പോന്നു എന്ന് മലയാളം ബൈബിളിൽ, അല്ലേ, അങ്ങ് പോന്നു, അല്ലേ? അത് വളരെ ലാഘവത്തോടെ എടുക്കാം നമുക്ക്. മാത്രമല്ല അത് അവസാനം വരുന്നതുകൊണ്ട് നമ്മുടെ വിചാരം പ്രാർത്ഥനയും കഴിച്ചു പോന്നു. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ പോന്നു എന്ന വാക്ക് ഈ പറഞ്ഞ 4നോടും ചേർന്ന് നമ്മൾ വായിക്കേണ്ടതാണ്. അപ്പോൾ നല്ല സ്ഥിരോത്സാഹത്തോടെ അന്ത്യം വരെ നമ്മളതിൽ പരിശ്രമിച്ച് മുന്നേറണം, ഇതൊരു ശീലമാക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു പോന്നു, അല്ലേ? അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ ഏതായി ഈ ഉപദേശം? അപ്പോൾ നമ്മൾ നമ്മുടെ ഈ പഠന പരമ്പരയിൽ ഉപദേശം എല്ലാം 7 മാസത്തോളം, അല്ലേ, ഓരോ പ്രാവശ്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ഉപദേശത്തിൽ കൂടുതൽ ഞാൻ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു പോകും. പിന്നെ ഉപദേശം കേട്ടുപോന്നു, ആ കേട്ടുപോകുന്നതിനാണ് ഇന്ന് നമ്മൾ ഊന്നൽ കൊടുത്ത് ധ്യാനിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നുള്ളത് ഓടിച്ചങ്ങ് പറഞ്ഞു വെച്ച് അതിനുശേഷം എന്താണ് ഈ ഉപദേശത്തിൽ ഈ പറഞ്ഞ പോലെ സ്ഥിരോത്സാഹമായി കേട്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നാമതായിട്ട് എന്താ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം? ഈ പ്രയോഗം പുതിയ നിയമത്തിൽ പിന്നെ വേറൊരു വാക്യത്തിലുമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രയാസം. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്ന, പ്രത്യേകിച്ച് യവന ഭാഷയിൽ, എൻ്റെ മൂലഭാഷയിൽ ഈ പ്രയോഗം പിന്നെ ഒരു വാക്യത്തിലുമില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്താണെന്ന് വ്യാഖ്യാനിക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം. ഒരു രീതിയിൽ പറഞ്ഞാൽ എന്താണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതല്ല, അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് എന്താണ് പുതിയ നിയമം, അല്ലേ? അപ്പോൾ മത്തായി മുതൽ വെളിപ്പാട് വരെ ഉള്ളതാണ് കേട്ടു പോകേണ്ടത് നമ്മൾ, അല്ലേ? അങ്ങനെ പറയാം. എന്നാലും ഒന്ന്
എന്താ പറയുക, നിശ്ചിതമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നാരോ സെൻസ്, അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർക്ക് വിശേഷമായി വെളിപ്പെട്ട ഉപദേശം, അതിൻ്റെ പഠിപ്പീരാണ് പുതിയ നിയമം മുഴുവൻ. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലേ, പഴയ നിയമം എന്ന് പറഞ്ഞു 39 പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, പിന്നെ എന്തിനാണ് അപ്പോസ്തലന്മാർക്ക് വെളിപ്പാടും ഈ ഉപദേശ ശുശ്രൂഷയൊക്കെ കൊടുത്തതെന്ന് ചോദിച്ചാൽ, കാതലായ 3 ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്ന് പറഞ്ഞാൽ വലിയ വിഷയങ്ങളാണ് ഈ 3 ഉപദേശം. നമ്മുടെ പുതിയ നിയമം മൊത്തം നമുക്ക് സംഗ്രഹിച്ച് ഈ 3 വിഷയം എന്ന് പറയാം, അല്ലേ. അത് ഞാൻ പെട്ടെന്ന് ഒന്ന് ഓടിച്ച് പറഞ്ഞു വെച്ചാൽ അതിൽ 1 മാത്രമേ നമ്മളൊരല്പം ധ്യാനിക്കത്തുള്ളൂ. ബാക്കിയൊക്കെ ബുധനാഴ്ചത്തെ ബൈബിൾ സ്റ്റഡിയിൽ പുതിയ വിശ്വാസികൾ പഠിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിക്കും. കാരണം അത് ഒരുപാട് അറിവാണ്. ഇവിടെ എല്ലാം വിശ്വാസികളും ക്രിസ്തീയ പാരമ്പര്യത്തിൽ വളർന്നു വന്നവരൊക്കെ ആയതുകൊണ്ട് സമയമെടുക്കുന്നില്ല. ഏതാണ് ഈ അപ്പോസ്തലന്മാർക്ക് മാത്രമായിട്ട് വെളിപ്പെടുത്തി കിട്ടിയ 3 ഉപദേശ സത്യങ്ങൾ ചോദിച്ചാൽ, ഒന്നാമത്തേത് യേശുവാണ് കർത്താവ്, നസ്രയനായ യേശുവാണ് കർത്താവ്. ഇത് അപ്പോസ്തലന്മാരുടെ ഏറ്റവും കാതലായ ഉപദേശം എന്ന് പറയാം, അല്ലേ. പഴയ നിയമത്തിലൊക്കെ മശീഹ വരുന്നു, ക്രിസ്തു വരുന്നു, രക്ഷകൻ വരുന്നു. പക്ഷെ നസ്രയനായ യേശുവാണ് ആ ക്രിസ്തു എന്ന് വെളിപ്പെട്ടത് എപ്പോഴാണ്? പുതിയ നിയമത്തിലാണ്, നമ്മുടെ അപ്പോസ്തലന്മാരിലൂടെയാണ്, അല്ലേ. രണ്ടാമതായിട്ട് അവരുടെ വലിയൊരു ഉപദേശ വിഷയമാണ് പുതിയ ഉടമ്പടി, പുതിയ ഉടമ്പടിയിലെ ജീവിതം, പുതിയ ഉടമ്പടിയിലെ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതിലുള്ള വ്യത്യാസം. അത് പഴയ നിയമമായിട്ട് വളരെ, അല്ലേ, മാറ്റമുള്ളതാണ്, ഉന്നതമായതാണ്. ദൈവകൃപയുടെ അനുഭവം, പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടുള്ള അനുഭവം, ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ്. 2 കൊരിന്ത്യർ 3 എബ്രായർ 8 ഒക്കെ 8-9 എബ്രായർ ലേഖനം മൊത്തം പഠിക്കാം, അല്ലേ. പഴയ നിയമത്തിൽ കണ്ടുപരിചരിച്ച ഒരു ഭക്തിയുടെ ബന്ധമല്ല പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ ന്യായപ്രമാണം ഒരു പുസ്തകത്തിൽ കൽപ്പലകയിൽ എഴുതി വച്ചിരിക്കുക, പുതിയ നിയമത്തിൽ ആത്മാവിനാൽ അകത്ത്, ഹൃദയത്തിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുക, അല്ലേ. പഴയ നിയമത്തിലെ യഹൂദന്മാരുടെ രാജ്യം പോലല്ല ദൈവസഭ. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പുതിയ ഉടമ്പടി അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആ പുതിയ ഉടമ്പടിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ, അല്ലാതെ പഴയ ഉടമ്പടിയിലല്ല. മൂന്നാമതായിട്ട് അവരുടെ വലിയൊരു സവിശേഷമായ ഉപദേശം ഏതാണെന്ന് ചോദിച്ചാൽ ദൈവസഭ. ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലും ഉണ്ടല്ലോ വിശ്വാസികളുടെ കൂട്ടം, അതുപോലെ പുതിയ നിയമത്തിലൊരു വിശ്വാസ കൂട്ടം അല്ല, അല്ലേ. എഫീഷ്യ ലേഖനം 3 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. എഫീഷ്യർ 3:5 പറഞ്ഞിരിക്കുകയാണ്, ആ മർമ്മം അറിയാലോ, ബൈബിളിലെ മർമ്മം എന്ന് പറഞ്ഞാൽ അന്ന് വരെ വെളിപ്പെടുത്താത്ത ഒരു സത്യം, അപ്പോസ്തലന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു സത്യം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായിരുന്നില്ല. പഴയ നിയമത്തിലെ ആർക്കും അറിയാത്ത ഒരു വെളിപ്പാട് ആത്മാവ് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും കൊടുത്തു. ഏതായി മർമ്മം? അടുത്ത വാക്യം എഫീഷ്യർ 3:6. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്നുള്ളത് തന്നെ. കേട്ടോ, പഴയ നിയമത്തിലും നമുക്കറിയാം വിജാതീയരായവർ വന്നിട്ട് യഹോവയാണ് ദൈവം എന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ ഭാഗമാകും. ഇസ്രായേലിൻ്റെ ഭാഗമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ജാതികൾ കൂട്ടവകാശികളായെന്നല്ല എൻ്റെ അർത്ഥം. പഴയ നിയമത്തിൽ വിജാതീയരെ യഹോവയുടെ ജനത്തിൻ്റെ കൂടെ കൂട്ടുമെങ്കിലും അവൻ പരദേശിയാണ്. നമ്മളൊക്കെ അന്നെങ്ങാനും പോയിരുന്നേ പരദേശി മാറിക്കോ, അല്ലേ. ആലയത്തിലൊരു പ്രാകാരമുണ്ട്, അവിടെ പോയി ഇരുന്നോണം. അല്ലാതെ ഇസ്രായേലിലെ യഹൂദനും യവനനും ഒക്കെ ഒന്നായെന്നല്ല. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനല്ല. യഹൂദനായാലും യവനനായാലും യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായാൽ എല്ലാവരും ഒന്നാണ്, അല്ലേ. അവിടെ യഹൂദനും ഇല്ല, യവനനും ഇല്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സുറിയാനി ഇല്ല, വേറെ ഒരു അനിയില്ല, അല്ലേ. എല്ലാവരും ഒന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ മർമ്മം ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണമെന്നുള്ളത് തന്നെ. എന്നിട്ട് 8-ാം വാക്യത്തിൽ പൗലോസ് പറയാണ്, എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഈ മർമ്മമൊക്കെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം, അല്ലേ. നമുക്ക് ഒരിക്കലും
ഇനി പറഞ്ഞു തീരാൻ പറ്റാത്ത അത്രയും ധനം, അല്ലേ, അവൻ്റെ ആ മഹത്വത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും ദൈവത്തിൻ്റെ മനസ്സിൽ മറഞ്ഞുകിടന്ന മർമ്മം, അതാണ് ദൈവസഭ ഈ പശ്ചാത്തലത്തിൽ. കണ്ടോ? അപ്പോൾ ദൈവസഭ എന്ന് പറഞ്ഞാൽ ചുമ്മാ കുറച്ച് സമുദായക്കാരെല്ലാം കൂടെ കൂടി വരുന്നൊരു സ്ഥലമല്ല, അല്ലേ. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോ പള്ളി, അമ്പലം എന്നൊക്കെ പറയുന്ന പോലെ. അതല്ല ദൈവസഭ, ഒരു കൂടി വരുന്ന ഒരു ആലയമല്ല. ദൈവസഭ ക്രിസ്തുവിൽ വിശ്വസിച്ചവരെല്ലാം കൂടെ ഒരു ശരീരമാകുന്നതാണ്. അത് ദൈവത്തിൻ്റെ മനസ്സിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മമാണ്. അത് ഇപ്പോൾ 5-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കും. അപ്പോൾ ഈ ദൈവസഭയെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതൊരു മർമ്മമാണ്. ഇത് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയെന്നേ ഞാൻ ഇത്രയും നേരം പറഞ്ഞുള്ളൂ. അതെന്താണെന്നൊക്കെ കൂടുതൽ ബുധനാഴ്ചത്തെ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പോൾ കണ്ടോ, 3 ഉപദേശ സത്യങ്ങൾ. ഈ ഉപദേശ സത്യങ്ങളൊക്കെ നമുക്ക് ഒരു വർഷം എടുത്താലും തീരാത്തത്രയും പഠിപ്പിക്കാം. ഇതാണ് പുതിയ നിയമം മൊത്തം ഒരു രത്ന ചുരുക്കത്തിൽ പറഞ്ഞ 3 ഉപദേശ സത്യങ്ങളിലാണ് അതിൻ്റെ നട്ടല്. യേശു കർത്താവാകുന്നു, പുതിയ ഉടമ്പടിയിലൂടെ രക്ഷിക്കപ്പെട്ട് കൃപയാൽ ആത്മാവിനാൽ ഒരു പുതിയ തരം ജീവിതമുണ്ട്, ദൈവമായിട്ടുള്ള ബന്ധം, അല്ലേ. 3-ാമത് ഇവരെല്ലാം കൂടെ കൂടി വന്ന ഒരു ശരീരമായി ഒരു ദൈവസഭയാകണം. അവിടെ എല്ലാവരും ഒന്നാണ്, ഏക ശരീരമാണ് അവർ. ഇതിൽ ഈ 1-ാമത്തെ മാത്രം ഒന്ന് അല്പം ചിന്തിക്കാം. 1-ാമത്തെ എന്തായിരുന്നു? യേശു തന്നെ കർത്താവാകുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അതുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:36 എന്ന് വായിച്ചേ. നമ്മൾ വായിച്ചു തുടങ്ങിയ വാക്യം, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശു തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം മൊത്തം നിശ്ചയമായി ഉറപ്പായിട്ട് അറിഞ്ഞു. ഈ ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശു തന്നെയാണ് കർത്താവ്. അപ്പോൾ ഇസ്രായേൽ ഗ്രഹം മാത്രം അറിഞ്ഞാൽ പോരാ. അപ്പോസ്തല പ്രവൃത്തികൾ 10:36, 10-ാം അധ്യായം അറിയാലോ. ജാതിയരുടെ ഇടയിൽ പത്രോസ് പോയപ്പോഴുള്ള വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 10:36. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. അവൻ എല്ലാവരുടെയും കർത്താവാണെന്ന്. അപ്പൊ ഇസ്രായേലിന്റെ മാത്രമല്ല, സകല മനുഷ്യരുടെയും കർത്താവ് ആകേണ്ടവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് റോമാലേഖനം 10:9, ഇതൊക്കെ നമുക്ക് കാണാൻ അറിയാവുന്ന വാക്യങ്ങളാണിത്, അല്ലേ. റോമർ 10:9, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എങ്കിലേ രക്ഷിക്കപ്പെടുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ച വചനമാണ്. രക്ഷിക്കപ്പെടുത്തുന്ന ഒരു വിശ്വാസമുണ്ട്. അത് വെറും ഈശ്വരവാദം അല്ല, യഹോവയാണ് ദൈവം എന്ന് പറയുന്നതല്ല, യേശുവിൽ ആശ്രയിച്ച അത്ഭുതവും അടയാളങ്ങളും പ്രാപിക്കുന്നതല്ല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടല്ലോ. അതൊന്നുമല്ല രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസം. അപ്പോൾ ചുമ്മാ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാൽ പോരാ, യേശുവാണ് ദൈവം എന്ന് പറഞ്ഞാൽ പോരാ, യേശുവിൽ പ്രാർത്ഥിച്ച് എന്തെങ്കിലും നേടിയാലും പോരാ. പിന്നെന്തോ വേണം? യേശു കർത്താവാണെന്ന് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കണം. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അവൻ രക്ഷകൻ എന്ന രീതിയിൽ അവൻ ക്രൂശിച്ച് ചെയ്ത പ്രവൃത്തിയിൽ ജയം കണ്ടെത്തി മരണത്തിന് പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ വിശ്വസിച്ചാലേ രക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പം രക്ഷിക്കപ്പെടണേ തന്നെ എന്തോ ഏറ്റുപറയണം? യേശു കർത്താവാകുന്നു, അല്ലേ. 1 കൊരിന്ത്യർ 12:3 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഇതാർക്കും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് മലയാളം യേശുവാണ് കർത്താവെന്ന് പറയുന്നതല്ല, അല്ലേ. ചില സുവിശേഷകന്മാരെ കൊണ്ട് ഞാൻ പറയുന്നു ഏറ്റു പറഞ്ഞാട്ടെ എന്ന് പറയും. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഏറ്റു പറയുന്നവൻ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് പൂർണ്ണ ബോധ്യത്തോടെ പറയുന്നവനായിരിക്കണം. അല്ലാതെ ദൈവം അവൻ പറഞ്ഞു കേട്ടോ ഞങ്ങൾ അറ്റിക്കിട്ടെ, അങ്ങനല്ല, അല്ലേ. യേശു കർത്താവാണെന്ന് പറഞ്ഞാലും രക്ഷിക്കപ്പെടത്തില്ല. കാരണം എന്താ? മത്തായി 7 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു, കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ വലിയ വീരപ്രവൃത്തിയൊക്കെ ചെയ്തു. ആരാ? എനിക്ക് അറിഞ്ഞൂടല്ലോ, ഇറങ്ങിപ്പോ. അതാണ് മത്തായി 7:22-23. അപ്പോൾ കർത്താവേ കർത്താവെന്ന് വായിൽ ക്രിസ്തീയ മലയാളം പഠിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12:3. ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. അയ്യോ, എത്രയോ പേര് പറയുന്നു യേശു കർത്താവാണെന്ന്. അല്ലേ, രക്ഷിക്കപ്പെടാത്തവരും പറയുന്നല്ലോ യേശു കർത്താവാണ്, അല്ലേ. അപ്പോൾ അതാ പറഞ്ഞ മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നതിനെ കുറിച്ചല്ല, ഉച്ചരിക്കുന്നതിനെ കുറിച്ചല്ല, ഹൃദയത്തിൽ വിശ്വാസത്തോടെ ഉറപ്പോടെ പൂർണ്ണ ബോധ്യത്തോടെ യേശു കർത്താവാന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളത്തിൽ പ്രവർത്തിക്കണം. ഇനി എല്ലാം കഴിഞ്ഞ് അവസാനം കർത്താവ് മടങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരും അന്ന് എന്തോ പറയും? ഫിലിപ്പ്യ ലേഖനം 2
9 മുതൽ 11. ഫിലിപ്പിയൻസ് 2, 9 മുതൽ 11. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും അവസാനം സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും ഏറ്റുപറയും. രക്ഷിക്കപ്പെടാതെ നരകത്തിൽ പോകുന്നവനും അധോലോകത്തുള്ളവനും എല്ലാം പറയും, അയ്യോ നമ്മുടെ യേശുവാണ് കർത്താവ്. ഒരു നാൾ എല്ലാവരും ഏറ്റു പറയേണ്ടി വരും. ഇന്ന് കർത്താവ് നോക്കുന്നത് സ്വമേധ ആരൊക്കെ പറയാൻ റെഡിയാണ്. വിശ്വാസത്താൽ ആത്മാവിൻ്റെ പ്രചോദനം പ്രാപിച്ച് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും. പിന്നെ അവസാനം പറയുന്ന രക്ഷിക്കപ്പെടാനുള്ള ഏറ്റുപറച്ചിലല്ല, എല്ലാവരും മുട്ടുകെട്ടി സമ്മതിച്ച് അയ്യോ കർത്താവ് യേശു തന്നെയാണ്, അല്ലേ? അപ്പോൾ പല വാക്യങ്ങൾ നമ്മൾ കണ്ടു, അല്ലേ? അപ്പോസ്തലന്മാർ സ്ഥിരം പറയുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ് യേശു കർത്താവാണ്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസമാകട്ടെ, ജീവിതമാകട്ടെ, ലോകവീക്ഷണമാകട്ടെ, പുതിയ നിയമത്തിലെ മൊത്തം സന്ദേശം ഒരു ചെറിയ വാചകത്തിൽ ഉപസംഹരിച്ച് പറയണേ എന്ത് പറഞ്ഞാൽ മതി? യേശു കർത്താവാണ്, അല്ലേ? യേശു കർത്താവാണ് എന്ന് പറയുമ്പോൾ ഈ കർത്താവ് എന്നുള്ള വാക്ക് പഴയ നിയമത്തിലൊക്കെ യഹോവയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. അപ്പോൾ നസ്രയനായ ഒരു മനുഷ്യൻ കർത്താവാണെന്ന് പറയുമ്പോൾ ഈ വന്ന മനുഷ്യൻ ദൈവമാണ്. അവൻ്റെ ആ ജഡാവതാരം അതിലൂടെ നമ്മൾ തെളിയിക്കുകയാണ്, അല്ലേ? അവൻ കടന്നു വന്നത് ദൈവമാണ് കടന്നു വന്നിരിക്കുന്നത്. ഈ മനുഷ്യനാണ് കർത്താവ്, അവൻ്റെ ആ ജഡാവതാരം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നു. പിന്നെ യേശു കർത്താവാണ്, എല്ലാവരെയും കർത്തൃത്വം ചെയ്യുവാൻ അധികാരമുള്ളവനാണ്, അല്ലേ? അവനോട് നമ്മൾ കീഴ്പ്പെടേണ്ടതാണ്. അങ്ങനെ അവനിൽ വിശ്വസിക്കുന്നവരെ അവൻ അവൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതാണ്. ഇനി ഞാൻ അവൻ്റെ വകയാണെന്ന് വിശ്വാസികൾ ഏറ്റുപറയണം. അതാണ് കർത്തൃത്വം ഏറ്റുപറയുക. ഇനി ഞാൻ എൻ്റെ തീരുമാനങ്ങളും എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ നടക്കുവാൻ ഞാനല്ല എൻ്റെ ജീവിതത്തിൻ്റെ അധികാരി. എൻ്റെ അധികാരി എന്നെ ക്രൂശിനാൽ വീണ്ടെടുക്കപ്പെട്ട എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ കർത്താവ് ആരാ? നെഞ്ചി കൈവച്ച മനസാക്ഷിയോട് സത്യം പറയാൻ പറ്റുമോ? യേശു എൻ്റെ കർത്താവാണോ? അപ്പോൾ അത് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ, കള്ളത്തരം കാണിക്കാതിരിക്കാൻ ഞാനൊന്ന് വിശദീകരിച്ച് ചോദിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവാണോ കർത്താവ്? അതോ ചുമ്മാ ഞായറാഴ്ച പള്ളിയിൽ പോയി പാട്ട് പാടുമ്പോൾ മാത്രമുള്ള കർത്താവാണോ? നിങ്ങളുടെ തീരുമാനങ്ങളുടെ കർത്താവ് ആരാ? ആരുടെ ഓർഡേഴ്സാണ് നമ്മൾ പാലിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ സ്വപ്നങ്ങളുടെ കർത്താവ് ആരാ, അല്ലേ? ലക്ഷ്യം, അംബീഷൻ, ആരാ കർത്താവ്? എനിക്ക് ഇതാകണം, എനിക്ക് അതാകണം, കാനഡയിൽ പോകണം, ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? ചുമ്മാ തീരുമാനിച്ചിട്ട് ദൈവഹിതമൊന്ന് അടിച്ചേൽപ്പിക്കുക പലരും, അല്ലേ? സ്വന്തം ഇഷ്ടമൊക്കെ ചെയ്തേച്ചാൽ അതിൻ്റെ പുറത്തൊരു ക്രിസ്തീയ സിമെൻറ്റ് തേക്കും, ചാന്ത്, അകത്ത് മുഴുവൻ പൊള്ളാം, അല്ലേ? ഈ സിമെൻറ്റ് പരിപാടിയാണ് എല്ലാം. പുറമേ നല്ല ഭംഗി, ഒന്ന് തൊട്ടാൽ മതി പൊളിഞ്ഞ് വീഴുവാം അതിൽ. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളുടെ, തിരഞ്ഞെടുപ്പുകളുടെ, സ്വപ്നങ്ങളുടെ, നിങ്ങളുടെ സമയത്തിൻ്റെ കർത്താവ് ആരാ? അല്ലേ? ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ട് എൻ്റെ സമയം ആയില്ല, അല്ലേ? എൻ്റെ സമയം ആയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാനുള്ള സമയം ആയിട്ടില്ല, കാരണം എന്നോട് ദൈവപിതാവ് പറഞ്ഞിട്ടില്ല, അല്ലേ? നമ്മൾ മത്തായി 4 വായിക്കുന്നുള്ള കർത്താവ് ഉപവസിച്ച് 40 ദിവസം കഴിഞ്ഞ് വിശന്നു തുടങ്ങി. അപ്പോഴാ പിശാച് വന്നിട്ട് പറഞ്ഞു, വിശക്കുകയല്ലേ, വാ നമുക്ക്, നിനക്ക് അഭിഷേകവും ലഭിച്ചിട്ടുണ്ട്, നീ കല്ലൊക്കെ ഒന്ന് അപ്പം ആക്കിക്കേ, അല്ലേ? നല്ല കാര്യമല്ലേ പറഞ്ഞു. വിശന്നിരിക്കുന്ന ഒരാളോട് അപ്പം കഴിക്കാൻ പറയുന്നു, അതിലെന്താ എത്ര തെറ്റ്, അതിലെന്തോ എത്ര പാപം? കർത്താവിൻ്റെ മറുപടി, എൻ്റെ പിതാവ് പറഞ്ഞില്ല, അപ്പത്താലല്ല ഞാൻ ജീവിക്കുന്നത്, എൻ്റെ അപ്പം പറയുന്നത് കേട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞില്ല ഇതുവരെ അപ്പം ഉണ്ടാക്കണമെന്ന്. അപ്പം കല്ല് വെച്ച് അപ്പം ഉണ്ടാക്കാൻ പറയുമ്പോൾ അപ്പം ഉണ്ടാക്കി കഴിച്ചാൽ മതി, അപ്പം പറയുമ്പോൾ നടന്നാൽ മതി. അതിൻ്റെ അർത്ഥം എന്താണ്? സമയം ആരുടെ കീഴിലാണ്? ദൈവത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ നമ്മുടെയൊക്കെ അധികാരി ആരാ? നമുക്ക് നമ്മുടെ ചില ചെറിയ പിള്ളേരെ പോലാണ്, ഇപ്പോൾ വേണം, അല്ലേ? മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഐസ്ക്രീം തരാം, അല്ലെങ്കിൽ ഇപ്പോൾ വേണം, പിടിവാശി. എന്താ കാണിക്കുന്നത്? നമ്മുടെ സമയത്തിൻ്റെ കർത്താവ് നമ്മൾ തന്നെ, അല്ലേ? നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അനുസരിക്കും, എന്നിട്ട് പറയാം അനുസരിച്ചല്ലോ. എപ്പോൾ അനുസരിച്ചു? പറഞ്ഞപ്പോൾ അനുസരിച്ചോ, അല്ലേ? കണ്ടോ? അപ്പം നമ്മുടെ സമയത്തിൻ്റെ കർത്താവ് യേശുവാണോ? നമ്മുടെ തൊഴിലിൻ്റെ കർത്താവ്, നമ്മുടെ ജോലി സ്ഥലത്തെ പെരുമാറ്റം എല്ലാം ആരുടെ കീഴിലാണ്? നമ്മുടെ ജോലി, നമ്മുടെ തൊഴിൽ, നമ്മുടെ ഉദ്യോഗത്തിൽ ആരാ കർത്താവ്? ബോസാണോ കർത്താവ്? അല്ലേ? എത്രയോ പേര് ഈ ഓൺ സൈറ്റ്, ഇപ്പോൾ IT-ലൊക്കെ ഉള്ളവർക്കറിയാം, ഓൺ സൈറ്റ് പോകാൻ കമ്പനികൾ എന്തോ പറയുന്നത്, വിസ ഇൻ്റർവ്യൂവിന് വേണ്ടി കള്ളം പറയണമെന്ന്. എത്രയോ വിശ്വാസികൾ അങ്ങനെ പോയി, എന്നിട്ട് പറയുന്നുണ്ടോ ദൈവഹിതപ്രകാരം ഞാൻ അമേരിക്കയിൽ പോയെന്ന്.
അമേരിക്ക ചെന്നപ്പോൾ ഞാൻ എന്നോടും പലരും പറഞ്ഞു ദൈവഹിതപ്രകാരം ഇവിടെ എത്തിയെന്ന്. എവിടെ കൂടെ? പണമോഹം കാരണം അമേരിക്കയിലെത്തി, അല്ലേ? ദ്രവ്യാഗ്രഹം കാരണമാണ് അവരൊക്കെ അമേരിക്കയിൽ പോയത്. എത്ര ഒരു 99% വിശ്വാസികളും ഇന്ത്യ വിട്ട് അമേരിക്ക പോയതുകൊണ്ടാണ്. അവരുടെ ദൈവം പണമാണ്. എന്നിട്ട് പറയുന്നത് ദൈവഹിതപ്രകാരം പോയെന്ന്, അവിടെ ശുശ്രൂഷ ചെയ്യാൻ പോയെന്ന്. എവിടെ? അല്ലേ? കള്ളം, പച്ചക്കള്ളം. അവരുടെ ദൈവം കർത്താവായ യേശു ഒന്നും അല്ല, അത് ചുമ്മാ യേശുവിൻ്റെയൊക്കെ പേര് പറയുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ കമ്പനി പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്യുമോ? ഇവിടെ ഒന്ന് മറച്ചേരെ അവിടെ ഒന്ന് കുറച്ചേരെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യുമോ? പ്രത്യേകിച്ച് ഈ ഓഡിറ്റിൻ്റെ സമയത്തൊക്കെ പലതും പറയും, ചിലതൊക്കെ മൂടി വെക്കാൻ പറയും. നമ്മളെന്ത് ചെയ്യും? തൊഴിൽ പോകും. അയ്യോ നാളെ ഞാൻ പട്ടിണി കിടക്കും. അതോ കർത്താവായ യേശുവാണോ നമ്മുടെ ദൈവം, നമ്മുടെ അധികാരി? അപ്പോൾ നമ്മുടെ തൊഴിൽ രംഗത്ത് ആരാ കർത്താവ്? നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ആരാ കർത്താവ്? ലൂക്കോസ് 14 കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്, വായിക്കണ്ട അല്ലേ? നിങ്ങളുടെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ഭാര്യയെയും എല്ലാം നീ എന്നെക്കാളും സ്നേഹിക്കുന്നെങ്കിൽ നീ എൻ്റെ ശിഷ്യനാകാൻ കൊള്ളത്തില്ല. അതെ, നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തല്ലേ, അപ്പോൾ കർത്താവ് പറയും ഇൻ്റർവ്യൂവിന് വന്നല്ലേ, ശരി, നിൻ്റെ അപ്പനെയും അമ്മയും ഭാര്യയും നിൻ്റെ സ്വയത്തെയൊക്കെക്കാളും കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലോ, എന്നാൽ പിന്നെ പോക്കോ, ജോലിയില്ല നിനക്ക്, നീ അയോഗ്യൻ. നിൻ്റെ അപ്പനെയും അമ്മയൊക്കെ നീ പകയ്ക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നോടുള്ള സ്നേഹമായിട്ട് അതൊക്കെ തുലനം ചെയ്യുമ്പോൾ അതൊന്നും സ്നേഹമായിട്ടേ തോന്നുന്നില്ലെന്ന്. അപ്പം നമ്മളങ്ങനെ വ്യക്തിബന്ധങ്ങളിൽ കർത്താവിനാണോ ഒന്നാം സ്ഥാനം? നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ, ഭാവന, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ശരീരം, നമ്മുടെ വസ്തുവകകൾ, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം ചോദിക്കാനാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ എടുക്കും. ഇവിടെ എല്ലാം കർത്താവ് ആരാ? അപ്പോൾ നമ്മൾ വിചാരിച്ച് യേശു കർത്താവാന്ന് പറയുന്ന സഭയ്ക്കകത്ത് ചെയ്യുന്ന എന്തോ മതപരമായ ഒരു പരിപാടി, യേശു കർത്താവ് അല്ലേ? പല മലയാളികൾക്കും കർത്താവെന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിഞ്ഞൂടാ, അല്ലേ? ഈ ഭാഷയൊന്നും അറിയാതെ ദൈവത്തോട് എന്തൊക്കെയോ പറയുക നമ്മൾ. അങ്ങനെയാണോ നമ്മളും മലയാളത്തിൽ ദൈവത്തോട് എന്തൊക്കെയോ പറയുന്നു, യേശു കർത്താവ് എന്ന് പറയുന്നു? പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അവൻ കർത്താവല്ല. അതുകൊണ്ട് തന്നെ ലൂക്കോസിലൊരു വാക്യമുണ്ട്, കർത്താവ് ചോദിക്കുന്നത്, എന്നെ ഇങ്ങനെ കർത്താവെ കർത്താവെന്ന് വിളിച്ചിട്ട് ഞാൻ പറയുന്നൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ, അല്ലേ? നമ്മൾ കർത്താവെ കർത്താവേന്ന് യേശുവിനെ വിളിക്കുന്നു, പക്ഷെ ഒരു അധികാരവും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ ഈ കർത്താവ് എന്ന് പറയുന്നത്? അധികാരി 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 എന്ന് വിളിക്കുന്നു, ഒരു വിലയും കൊടുക്കത്തില്ല, അല്ലേ? ഇപ്പോൾ ചില വീടുകളിലൊക്കെ ചില അപ്പന്മാർ പറയും, എന്നെ അപ്പാന്ന് വിളിക്കുന്നുണ്ട്, എന്നെ ഭർത്താവെന്ന് വിളിക്കുന്നുണ്ട്, ഒരു സ്ഥാനവും ഇല്ല എനിക്കിവിടെ, എൻ്റെ വാക്കാരും കേൾക്കാറില്ല ഇവിടെ. പിന്നെ ഒരു മോടിക്ക് വിളിക്കുന്നതേ ഉള്ളൂ അപ്പാന്ന്. നമ്മുടെ കർത്താവ് ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്, എന്നെ കർത്താവ് കർത്താവ് എന്ന് നിരന്തരം വിളിയാണ്, പക്ഷേ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല. പിന്നെ എന്തിനാ എന്നെ കർത്താവെന്ന് വിളിക്കുന്നത്? എന്നെ കർത്താവേ കർത്താവേ എന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം ചെയ്യണം. അപ്പോൾ കണ്ടോ, യേശു കർത്താവാകുന്നു എന്ന് പറയുന്ന ഈ ഉപദേശം, അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പെട്ട ഈ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കണം. ശിഷ്യനായിട്ട് നമ്മൾ വളരുന്നുണ്ടോ? കീഴ്പ്പെടുന്നുണ്ടോ? വിധേയപ്പെടുന്നുണ്ടോ? അപ്പോൾ ദൈവസഭയെ അവർ പഠിപ്പിച്ചത് ഈ ഉപദേശങ്ങളൊക്കെയാണ്. യേശു കർത്താവാണ്, അവനിലൂടെ അവൻ്റെ രക്തത്താൽ പുതിയ ഉടമ്പടിയിൽ കടന്നു വരണം, അങ്ങനെ പരിശുദ്ധാത്മാവിൽ ഒരു ഉയർന്ന ജീവിതമുണ്ട്, അങ്ങനെയുള്ളവർ കൂടി വന്ന് ഒരു സഭയാകുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ എന്താണ് ആ ഉപദേശം എന്നുള്ള വിഷയം വിടുകയാണ്. ഇനിയുള്ള സമയം എന്താണ് അവർ ഉപദേശം കേട്ടുപോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്, ആ ക്രിയ. ഇനിയുള്ള 4 ധ്യാനങ്ങളിലും ഈ ക്രിയയ്ക്കാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഉപദേശമൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചു ഈ കഴിഞ്ഞ 7 പ്രാവശ്യവും. അപ്പോൾ നമ്മൾ തിരുവെഴുത്തുകളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസിയും ദൈവവചനത്തിലെ ഉപദേശവും തമ്മിലുള്ള ആ ബന്ധം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാനും ദൈവവചനത്തിലെ ഉപദേശവും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുമ്പോൾ 3 ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് പെട്ടെന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് സ്റ്റഡി ഇറ്റ്, രണ്ടാമതായിട്ട് സേഫ് ഗാർഡ് ഇറ്റ്, മൂന്നാമതായിട്ട് സ്പ്രെഡ് ഇറ്റ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒന്നാമത് പഠിക്കുക, രണ്ടാമത് പരിരക്ഷിക്കുക, മൂന്നാമത് പ്രചരിക്കുക. ഈ 3 ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങളോടുണ്ട്. അതിൽ തുടരുന്നതിനെയാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു പോന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉപദേശ സത്യങ്ങളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ ഒന്നാമതായിട്ട് ഉപദേശം എന്ത് ചെയ്യണം? പഠിക്കണം. ഉപദേശം പഠിക്കണം. കുറേ വാക്യങ്ങളുണ്ട്, നമുക്ക് ഓടിച്ചങ്ങ് വായിക്കാം, എന്നിട്ട് എൻ്റെ പ്രസംഗം തുടരാം. സങ്കീർത്തനം 1:2.
ആ, അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആ, സങ്കീർത്തനം 119 കടക്കാം. ഇനിയുള്ള വാക്യങ്ങൾ ആ സങ്കീർത്തനത്തിൽ നിന്നാണ്. സങ്കീർത്തനം 119:11. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. കേട്ടോ, അത് കേട്ടോ. സർവ്വസമ്പത്തിൽ എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം നടത്തിയിട്ട് കർത്താവിന്റെ സാക്ഷ്യം, കർത്താവ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന വചന സത്യങ്ങളുടെ വഴിയിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ എടുത്തേച്ച് ബാങ്ക് ബാലൻസ് നോക്കി നമ്മളൊക്കെ സന്തോഷിക്കാറുണ്ടോ? അല്ലെങ്കിൽ പാസ്ബുക്ക് എടുത്തിട്ട് നമ്മൾ സന്തോഷിക്കുക, 40 ലക്ഷം കിടപ്പുണ്ടേ, FD കിടപ്പുണ്ടേ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒന്നോടൊന്ന് വായിച്ചു കേട്ടെ. ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ 40 സെന്റ് അവിടെ കിടപ്പുണ്ട്, 1 ഏക്കർ ഇവിടെ കിടപ്പുണ്ട്, മറ്റേ FD അവിടെ കിടപ്പുണ്ടെന്നൊക്കെ പറയും. നമുക്കുള്ളിൽ സന്തോഷം വരുമല്ലോ. സങ്കീർത്തനക്കാരൻ പറയണം, അതിലുള്ള പോലെ നിന്റെ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് സന്തോഷം വരുമെന്ന്. നമ്മളൊക്കെ ഉറങ്ങാറില്ലേ ബൈബിൾ തുറക്കുമ്പോൾ? അല്ലേ? പാസ്ബുക്ക് തുറക്കുമ്പോൾ ഉറങ്ങി വീണവരുണ്ടോ? അതായി കുഴപ്പം. വായിച്ചാട്ടെ 15 മുതൽ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ചട്ടങ്ങളിൽ രസിക്കുമെന്ന്. ഈ രസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്താ? ഫൺ അല്ലേ? വല്ലാത്ത ബോറടിക്കുന്ന. ബൈബിൾ ഇങ്ങോട്ട് എടുത്തേ എന്നാണോ പറയുന്നത്? അതോ TV വെക്കും? ഇന്നത്തെ വിശ്വാസികളെല്ലാം TV വെച്ചിട്ട് ചപ്പ് ചവറെല്ലാം കണ്ടുകൊണ്ടിരിക്കും അല്ലേ? ബോറടിക്കുമ്പോൾ ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട്? ഉറങ്ങാൻ വേണ്ടി ബൈബിൾ വായിക്കുന്നവരെ എനിക്കറിയാം. രാത്രി ഉറക്കം വരുന്നില്ല, കുറച്ച് ബൈബിൾ വായിക്കട്ടെ അല്ലേ? ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഉറക്കം വരും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് രസിക്കുമെന്ന്. ചട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ വാക്തത്വം ഒന്നും അല്ല പറയാം. അത് അങ്ങനത്തെ വേറെ കൂട്ടരുണ്ട്. വാക്തത്വം, ദൈവം ഇത് ചെയ്യും അത് ചെയ്യും എല്ലാം ചെയ്യും. ഇത് ചട്ടം, നിയമം, കൽപ്പന. അതെങ്ങനെ രസിക്കാൻ പറ്റുന്നേ? കൂടുതൽ പറയാം അതിനെക്കുറിച്ച്. അതെ, 119:35. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. എനിക്കിഷ്ടം അതിന് നടക്കുന്നത്. വചനം പഠിക്കാൻ ഇഷ്ടത്തോടെ വന്നവരൊക്കെ ഉണ്ടോ ഇവിടെ? മൂന്നാം ശനിയാഴ്ചയായി, സന്തോഷമായി അല്ലേ? ആ പാട്ടൊക്കെ ഒരു ഇച്ചിരി നമ്പർ ഒന്ന് കുറച്ചിരുന്ന് പെട്ടെന്ന് പ്രസംഗം തുടങ്ങും എന്ന് പറയുന്ന എത്ര പേരുണ്ട്? പ്രസംഗം മാത്രം കാണും അല്ലേ? ഇതാ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കർത്താവ് എന്നെ പഠിപ്പിക്കണം. 119:162. എനിക്ക് ബൈബിളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്യമാണ് 119 സങ്കീർത്തനം 162 വാക്യം. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. നമ്മൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ അതാ ഒരു സൂട്ട് കേസ് പൊട്ടി കിടക്കുന്നു. തുറന്നു നോക്കിയപ്പം 4 ലക്ഷം രൂപ. വലിയൊരു കൊള്ള കിട്ടി. ബൗണ്ടി എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് മമ്മട്ടി എടുത്ത് കുഴിച്ചപ്പം നീറ്റി. നമ്മളെങ്ങനെ സന്തോഷിക്കും? ഇപ്പോൾ ബൈബിളൊക്കെ രാവിലെ എഴുന്ന് വായിക്കുന്ന പോലെ അല്ലേ? ഉറങ്ങത്തൂങ്ങി ആണോ? അയ്യോ, വാർത്തയായി, നിധി കിട്ടി അല്ലേ? വലിയൊരു കൊള്ള കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കും അല്ലേ? ഇത് ആരെയോ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. ഇത് വിശ്വാസികളുടെ സാക്ഷ്യമായിരിക്കണം. ഇവിടെ എല്ലാം കാണുന്നത് വചനം പഠിക്കുവാൻ, വചനത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ, വചനം വായിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ സന്തോഷമുള്ള വ്യക്തിയാണ് ശരിയായ ദൈവഭക്തൻ. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനം 1 വായിച്ചത്. അവൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ അത് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവവചനത്തിനോട് ഇങ്ങനെ ആർത്തി നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. വളരെ വിരളമാണ്, എല്ലാവർക്കും ഒന്നുമില്ല, വിശ്വാസികളുടെ പോലും ഇല്ല അല്ലേ? ആ ദൈവം അങ്ങനെ ഒരു ആഗ്രഹം, ഒരു ആർത്തി തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. 2 തിമോത്തി 3:15. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നീ പഠിച്ചിരിക്കുന്ന കാര്യത്തിൽ നിലനിൽക്കണമെന്നാണ് അവിടുത്തെ വാക്യം. പക്ഷെ ആദ്യം പറഞ്ഞിരിക്കുന്നത് പഠിക്കണം. ആദ്യം പഠിക്കാത്തവരോട് നമ്മൾ നിലനിൽക്കേണ്ട കാര്യം പറയണ്ട. അത് രണ്ടാമത്തെ കാര്യം പിന്നെ ചിന്തിക്കാം അല്ലേ? നീ പഠിച്ചത്. അപ്പം നമ്മൾ ബൈബിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടു. നിങ്ങൾ വചനം പഠിക്കാറുണ്ടോ? സാധാരണഗതിയിൽ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്. എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം അതീവ ദുഃഖം വരുന്നൊരു ചോദ്യമാണിത്. ഇവിടുത്തെ ഈ അതിഥികൾ അങ്കിളൊന്നുമല്ല, നമ്മുടെ സ്ഥിരം നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, നമ്മളോടാണ് ഈ ചോദ്യം. ബാക്കി ആരും ഉത്തരം പറയണ്ട. മത്തായി മുതൽ വെളിപ്പാട് വരെ വായിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ.
ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചവരുണ്ടോ? ഓ, നമ്മുടെ കൂട്ടൊരു ഭേദമാകട്ടോ. ഞാൻ പലയിടത്തും പോയി ചോദിക്കുമ്പം അയ്യോ സങ്കടകരമായ കാര്യമാണ്. ജനിച്ച അന്ന് മുതൽ ക്രിസ്തീയ കുടുംബത്തിൽ വളർന്നവർക്ക് അയ്യോ അറിഞ്ഞൂടാ, ബൈബിൾ വായിച്ചിട്ടില്ല അല്ലേ? ബൈബിൾ വായിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പാസ്റ്ററെ കണ്ടു. 25 വയസ്സേ ഉള്ളൂ, പക്ഷേ പാസ്റ്ററാണ്. ആരാണോ ഒന്ന് പിടിച്ച് പാസ്റ്ററാക്കിയത്? നമ്മുടെയൊക്കെ സഭകളിൽ പാസ്റ്ററാവാൻ ഒരു പ്രയാസമില്ല. ഏത് അണ്ടനും അടകോടനും പാസ്റ്ററാവാം അല്ലേ? ഞാൻ ചോദിച്ചു, പുതിയ നിയമം വായിച്ചിട്ടുണ്ടോ? മുഴുവൻ ഒന്നും വായിച്ചിട്ടില്ല. പുതിയ നിയമം ഇതുവരെ മത്തായി മുതൽ വെളിപ്പാട് വരെ വായിച്ചിട്ട് പോലും ഇല്ലാത്തവൻ പാസ്റ്ററാണ്. എത്ര വർഷമായിട്ട്? കുറേ വർഷമായിട്ട് പാസ്റ്ററാണ്. ചെറുപ്പകാലം മുതലേ ഞങ്ങൾ പാസ്റ്റർ. തകർത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ തിരുവനന്തപുരം പട്ടണത്തിൽ സംഭവിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വലിയ അഭിഷക്തൻ അല്ലേ? വചനമൊന്നും വായിച്ചിട്ടൊന്നുമില്ല. എന്താണോ എന്തോ അവിടെയൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വചനം വായിക്കണം. പക്ഷേ ഇവിടെ വായിക്കാമെന്നല്ല നമ്മൾ പറഞ്ഞത്, വചനം പഠിക്കണം. വചനം പഠിക്കണേ എങ്ങനെ പോകണം? വായനയിൽ നിന്നത് ധ്യാനത്തിലേക്ക് പോകണം, ധ്യാനത്തിൽ നിന്നത് പഠനത്തിൽ പോകണം അല്ലേ? ഇപ്പം മനോരമ പത്രം വായിച്ചാൽ ഉടനെ പഠിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. വായനയിൽ നിന്ന് ധ്യാനത്തിൽ പോകണം, ധ്യാനത്തിൽ നിന്നത് പഠനത്തിൽ പോകണം. ഇപ്പം പഠനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 2 കാര്യം സൂക്ഷിക്കണം. നമ്മൾ ഈ വചന പഠന പരമ്പര ആരംഭിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്, പരീശന്മാരെ പോലെ വചനം പഠിക്കരുത് അല്ലേ? നമ്മൾ കണ്ട വാക്യമാണ്, ഞാൻ വീണ്ടും എടുക്കുന്നില്ല. യോഹന്നാൻ 5:39-40 കർത്താവ് തന്നെ പരീശന്മാരോട് പറയാണ്, നിങ്ങൾ ന്യായപ്രമാണവും അല്ലേ തിരുവെഴുത്തുകളെല്ലാം ശോധന ചെയ്യുന്നു, പഠിച്ചു പാസ്സായി, പക്ഷേ എൻ്റെ അടുക്ക വരുന്നില്ല അല്ലേ? നിങ്ങൾക്കൊരു പരീക്ഷയിട്ട പാസ്സാവാനുള്ള എത്ര അറിവുണ്ട്, പക്ഷേ നിങ്ങളുടെ വിചാരം പുസ്തകത്തിലെ പാണ്ഡിത്യത്തിലൂടെയാണ് നിത്യജീവൻ ലഭിക്കുന്നത്. നിങ്ങളുടെ വിചാരം പുസ്തകത്തിലാണ് നിത്യജീവൻ, അതുകൊണ്ട് പുസ്തകം അരിച്ചു പെറുക്കി പഠിച്ചു വച്ചിരിക്കുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, പരീശന്മാരെ പോലെ പഠിക്കരുത് അല്ലേ? പുസ്തകത്തിൽ പാണ്ഡിത്യം പ്രാപിക്കാൻ വേണ്ടി മാത്രമുള്ള ഉദ്ദേശത്തോടെ വചനം പഠിക്കരുത്. പിന്നെ എങ്ങനെ പഠിക്കണം? യോഹന്നാൻ 7:17 വായിച്ചേ. കർത്താവ് തന്നെ പഠിപ്പിച്ചു തരികയാണ് എങ്ങനെ പഠിക്കണമെന്നുള്ളത്. യോഹന്നാൻ 7:17. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും. ഒരു ഉപദേശം ദൈവികമാണോ അല്ലോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അനുസരിക്കുമ്പോൾ പറയാൻ പറ്റും അല്ലേ? അപ്പം അനുസരണം മുന്നിൽ കണ്ടു വേണം വചനം പഠിക്കാൻ അല്ലേ? ഒരു പ്രസംഗവും ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കരുത്. അതിന് കവലപ്രസംഗം, രാഷ്ട്രീയ പ്രസംഗമൊക്കെ ഉണ്ട്. ചുമ്മാ കേട്ടോണ്ടിരുന്നാൽ അത് ഈ പറയുന്നതും പോലും ഒന്നും പാലിക്കാൻ പോകുന്നത് അല്ലേ? അങ്ങനത്തെയാണ് പൊതുപ്രസംഗങ്ങൾ. അതുമല്ല പ്രസംഗം, സ്പീച്ച് എന്ന് പറയും നമ്മൾ. പക്ഷേ വചനം എങ്ങനെ പഠിക്കണ്ടേ? അനുസരണം മുന്നിൽ കണ്ടു വേണം പഠിക്കാൻ. സങ്കീർത്തനം 25:5 സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഈ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയാക്കാൻ പറ്റിയ ഒരു വാക്യമാണ്. സങ്കീർത്തനം 25:5. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ, നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു കേട്ടോ, നിന്റെ സത്യം എന്നെ പഠിപ്പിക്കണമെന്നല്ല അവിടെ പറഞ്ഞത്. എന്നാണോ പറഞ്ഞത്? പിന്നെ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നിന്റെ നടത്തി പഠിപ്പിക്കണേന്ന്. അപ്പോൾ അത് അറിവ് സമ്പാദനമല്ല, അത് പരിശീലനമാണ് അല്ലേ? അതാണ് ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഗുരുകുലം പോലെയാണിത്. അല്ലാതെ ഈ സ്കൂളിൽ ക്ലാസ്സിൽ പോയി കുറേ അറിവ് പ്രാപിക്കുന്ന പോലെ അല്ല. നിന്റെ സത്യത്തിൻ്റെ പാതയിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. ഇതൊക്കെ അനുസരിക്കുവാനുള്ള ആ പ്രായോഗിക പരിശീലനം തന്നെന്നെ വചനം പഠിപ്പിക്കണമേ. അങ്ങനെ പഠിച്ചാലേ വചനത്തിൽ നിന്ന് കൂടുതൽ കൂടുതൽ ജ്ഞാനം പ്രാപിക്കും. കാരണം ഈ നമ്മൾ സെമിനാരിയിലൊക്കെ പോകുന്ന എത്ര പേരെ അറിയാമല്ലേ? കുറേ പഠിച്ചിട്ടുണ്ട്, ഒന്നുമില്ല ജീവിതത്തിൽ. പാണ്ഡിത്യമുണ്ട് അത്ര തന്നെ. ജീവിതത്തിൽ മാതൃകയാക്കാൻ പറ്റിയ ഒന്നും ഇല്ല. ഞാൻ സെമിനാരിൽ പോയ ആളുണ്ട്, ഒരുപാട് പേരെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. സെമിനാരിൽ പോയി എല്ലാം യവന ഭാഷയും എബ്രായ ഭാഷയും എല്ലാം കലക്കി കുടിച്ചിട്ടുണ്ട്. പക്ഷേ പ്രസംഗിക്കുമ്പോഴും ജീവിക്കുമ്പോഴും ഒരു ദൈവകൃപയില്ല. കാരണം എന്താണ്? കുറേ പുസ്തകമൊക്കെ വായിച്ച് കുറേ കാണാൻ പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അങ്ങനത്തെ പാണ്ഡിത്യമല്ല നമുക്ക് വേണ്ടത്. വചനത്തിൻ്റെ ആ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. അപ്പോൾ പഠിക്കുക, അതാണ് ഒന്നാമത്തെ കർത്തവ്യം. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ കേട്ടുപോകണമെങ്കിൽ, തുടർമാനമായിട്ട് പരിശ്രമിച്ച് എതിർപ്പുകളെ അവഗണിച്ച് ഈ ഉപദേശത്തിൽ നിലനിൽക്കണമെങ്കിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് പഠിക്കാനുള്ള പരിശ്രമം. വചനം വായിക്കണം, പാരായണം ചെയ്യണം, പഠിക്കണം. വചനത്തിനായിട്ടുള്ള ആർത്തി വേണം. നമ്മൾ സങ്കീർത്തനക്കാരനെ വായിച്ചത് മാതൃകയാക്കുക. കർത്താവേ
എൻ്റെ സമ്പത്തിൽ ഞാൻ ആ സന്തോഷം വെക്കുന്നത് പോലെ എൻ്റെ വചനത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. കൊള്ള കിട്ടിയ ഒരുത്തിന് സന്തോഷം വരുന്നു, നിധി കിട്ടിയ ഒരുത്തിന് സന്തോഷം വരുന്ന പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ സന്തോഷിക്കുന്നു. ഇതൊക്കെ പ്രാർത്ഥനയാക്കുക. കർത്താവേ, ഇങ്ങനെ ഒരു ഹൃദയം എനിക്ക് തരണമേ, വചനത്തോട് ആർത്തി, സന്തോഷം, വചനത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഹൃദയം നമ്മളിൽ വരണം. അപ്പോൾ ഒന്നാമതായിട്ട് പഠിക്കുക, രണ്ടാമതായിട്ട് പരിരക്ഷിക്കുക, സേഫ് ഗാർഡ്. വചനം പഠിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിനെ നമ്മൾ പരിരക്ഷിക്കണം. എന്താ ഈ പരിരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ ചെയ്യണം അവിടെ. ഒന്ന്, നമ്മൾ ഈ പഠിച്ച ഉപദേശത്തിൽ തന്നെ നിലനിൽക്കണം, അല്ലേ? അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ടതാണ് അതിൻ്റെ നിർമ്മലത ദുരുപദേഷ്ടക്കന്മാരിൽ നിന്ന് കാത്തു സൂക്ഷിക്കണം. 2 കാര്യം കൂടെ ചെയ്യുമ്പോഴാണ് ഈ പരിരക്ഷിക്കുക, അല്ലേ? ഒന്ന്, ഞാൻ ഈ ഉപദേശത്തിൽ നിലനിൽക്കണം. 2, ഇതിൻ്റെ നിർമ്മലതയെ ആരും മലിനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല, എൻ്റെ ജീവിതത്തിൽ സമ്മതിക്കുകയില്ല. ദുരുപദേശത്തിൻ്റെ പുറകെ പോകരുത്. അപ്പോൾ ആ 2 നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, പഠിച്ച് ദൈവം വെളിപ്പാട് തന്നിരിക്കുന്ന വചനസത്യങ്ങളിൽ നമ്മൾ അനുസരണത്താൽ നിലനിൽക്കണം. 2 തിമോത്തി 3:14-15 നമ്മൾ ആ വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. 2 തിമോത്തി 3:14-15. നീയോ ഇന്നവരോട് പഠിച്ച് നോക്കുകയും ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ആ നിലനിൽക്കുകയാണ് അവിടുത്തെ കൽപ്പന. ബാക്കിയെല്ലാം പശ്ചാത്തലമാണ്. നീ ചെറുപ്പകാലം മുതലേ വചനം പഠിച്ചിട്ടുണ്ട്. ആ വചനം നിനക്ക് രക്ഷ സമ്മാനിക്കുവാൻ ജ്ഞാനം പകർന്നു നൽകും. നീ ആരിൽ നിന്ന് പഠിച്ചെന്ന് ഓർക്കുക, അല്ലേ? വചനമൊക്കെ നന്നായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചു. അവൻ്റെ അമ്മയും അമ്മുമ്മയൊക്കെയാണ്. അതൊക്കെ 1 തിമോത്തി പഠിച്ചാൽ അറിയാം. അതെല്ലാം ഓർത്തിട്ട് പഠിച്ച സത്യങ്ങളെ മറന്നു പോകാതെ അതിൽ നിലനിൽക്കണം. അപ്പോൾ ആ നിലനിൽക്കണം എന്നുള്ള ആ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പണ്ടെപ്പോഴോ ആ ബ്രദർ വന്ന് എന്തോ ഒരു ബൈബിൾ സ്റ്റഡി നടത്തിയിട്ടുണ്ട്, അവിടെ യൂട്യൂബിൽ എവിടെയോ കിടപ്പുണ്ട് എന്ന് പറയുകയല്ല വേണ്ടത്. അതിൽ ഇന്ന് നിൽക്കണം, അല്ലേ? അത് നമ്മൾ ആ ജീവിതവുമായിട്ട് അത് ബന്ധപ്പെടുത്തി അതിൽ തുടർമാനമായിട്ട് നിൽക്കണം. 2 യോഹന്നാൻ 1:9 ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവം ഇല്ല. കേട്ടോ? ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിരുകടന്നു പോകുന്നവന്മാർ, ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ലാത്തതൊക്കെ ഇന്ന് പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. വചനത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നവരുടെ പുറകെ പോകരുത്. അവർക്ക് ആർക്കും ദൈവമില്ല. എഫീഷ്യ ലേഖനം 4:14-15. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4:14-15. ശിശുക്കളാകരുത്. എന്താ ഈ ശിശുക്കളുടെ പ്രത്യേകത? ഉപദേശത്തിന്റെ ഓരോ കാറ്റിനും ആടി ഉലയും. ഇന്നൊരു പുതിയ ടീച്ചിങ് ഉണ്ടായി, അതിൻ്റെ പുറകെ പോയി. നാളെ വേറൊരുത്തൻ അവൻ്റെ വീട്ടിൽ ഇരുന്ന് വെളിപ്പാട് കിട്ടിയെന്ന് പറഞ്ഞ് പുതിയൊരു ടീച്ചിങ്. എല്ലാം എവിടെ കൂടെ ഇറങ്ങി വരുന്നത്? TV, അല്ലേ? ഈ TV-യിലുള്ള ഒരു ഉപദേശാക്കന്മാരും ദയവ് ചെയ്ത് കാണരുത്. ഇതെല്ലാം കള്ളന്മാരാണ്. 99.99% ഈ സമൃദ്ധിയുടെ ഉപദേശം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കള്ളന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കേൾക്കരുത്. യൂട്യൂബിലുമുണ്ട് നിരവധി കള്ളന്മാർ, ദൈവത്തെ വിറ്റ് ജീവിക്കുന്ന കള്ളന്മാർ. അതിൻ്റെ പുറകെ ഒന്നും പോകരുത്. ഓരോ ദിവസവും പുതിയ ഉപദേശം അവരൊക്കെ. അങ്ങനെ പുതുതായി വരുന്ന ഉപദേശത്തിൻ്റെ കാറ്റടിച്ച് ഉലയുന്ന ശിശുക്കരാകരുത്. പിന്നെന്തോ വേണം? 15-ാം വാക്യം. ലക്ഷ്യം ക്രിസ്തുവിൽ വളരുന്നതായിരിക്കണം. ഈ TV കൂടെ വരുന്ന ഏവൻ്റെയെങ്കിലും പ്രസംഗം അതാണ് ഉദ്ദേശം. ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ ശിഷ്യത്വത്തിൽ വളരണമെന്ന് പറയുന്ന ക്രിസ്തീയ പ്രസംഗം TV-യിലുണ്ടോ? 99% TV വരുന്ന പ്രസംഗം എന്തോ പറയുന്നത്? നിങ്ങളുടെ കടബാധ്യത മാറും, നിങ്ങളുടെ കഷ്ടം മാറും, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ദൈവം, അല്ലേ? ഇതിൻ്റെയൊക്കെ യൂട്യൂബിലെ ടൈറ്റിൽസ് ഞാൻ പലതും തമ്പനയിൽ കാണാറുണ്ട്, അല്ലേ? മറ്റുള്ളവർ നിങ്ങളെ ഇകഴ്ത്തുമ്പോൾ നിങ്ങളെ ഉയർത്തുന്നത്. ഏതവനാണ് ഇതൊക്കെ ഇഷ്ടമല്ലാത്തത്? അല്ലേ? സ്വയത്തിൽ അഹങ്കരിക്കുന്ന ഏത് മനുഷ്യനാണ് ഇതൊക്കെ ഇഷ്ടമല്ലാത്തത്? ഇതൊക്കെ ഈ പ്രസംഗമൊക്കെ കേൾക്കാൻ വീണ്ടും ജനിക്കണോ? അല്ലേ? അഹംഭാവോ ഈഗോ ഉള്ള ഏത് മനുഷ്യനും ഇഷ്ടപ്പെടുന്ന പ്രസംഗം, അല്ലേ? നിന്നെ സമൂഹം മുഴുവൻ തരം താഴ്ത്തിയപ്പോൾ പൊക്കുന്ന ദൈവം. ഈ പൊക്കുന്ന ദൈവം ഇതും തലയാക്കും വാലാക്കത്തില്ല എന്ന് പറയുന്നതാണ് ഈ പ്രസംഗം മുഴുവൻ. ക്രിസ്തുവെന്ന തലയോളം ശിഷ്യത്വത്തിൽ വളരണമെന്ന് പറയുന്ന പ്രസംഗക്കാരെ കണ്ടിട്ടുണ്ടോ?
ആത്മീയത വളർത്തുന്നത്. അവരുണ്ട്, ടി വിയിലൊന്നുമില്ല. അങ്ങനെയുള്ളവരൊന്നും ടി വിയിലും വരില്ല, കൺവെൻഷനും വരില്ല, യൂട്യൂബിലും വരില്ല. കാരണം എന്താണ്? ആളുകൾ കാണൂല. അതുകൊണ്ട് തന്നെ അല്ലേ? അതൊന്നുമല്ല ഇന്നത്തെ പ്രസംഗം. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, പുതിയ ഉപദേശങ്ങളുടെ കാറ്റിനാൽ ഉലയാതെ നിങ്ങൾ പഠിച്ച സത്യങ്ങളിൽ ഉറച്ചു നിന്ന് ക്രിസ്തുവെന്ന് തലയോളം വളരണം. എബ്രായർ 13:9. ഇവിടെ എല്ലാം ഊന്നൽ നൽകിയിരിക്കുന്ന വിഷയം നോക്കുക. നിലനിൽക്കുക, കേട്ട ഉപദേശത്തിൽ നിലനിൽക്കുക. പുതിയ നവീനമായ ഉപദേശങ്ങളുടെ പുറകെ പോകരുത്. അതുകൊണ്ട് പുതിയ ഓരോരുത്തന്മാർ ദൈവം വെളിപ്പെടുത്തി പ്രവചനം നൽകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരും. അതിൻ്റെ പുറകെ പോകരുത്. ക്രിസ്തുവെന്ന് തലയോളം വളരുവാൻ കേട്ട സത്യത്തിൽ ഉറച്ചു നിൽക്കുക. എബ്രായർ 13:9. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. വിവിധവും അന്യവുമായ ഉപദേശം. അപ്പോൾ വിവിധ ഉപദേശങ്ങളുണ്ട്. അതെല്ലാം പത്യോപദേശത്തിൽ നിന്ന് അന്യമായ ഉപദേശമാണ്. നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. യേശു കർത്താവാകുന്നു, പുതിയ ഉടമ്പടിയിലെ പുതിയ ഉയർന്ന ആത്മീയ ജീവിതം, ദൈവസഭയായ ഒരു ശരീരം. ഇതൊന്നും അല്ല ഇവരുടെ ഒന്നും ഉദ്ദേശം. ഇവർക്ക് നിങ്ങൾക്ക് കുറേ പൈസ ദൈവം തരുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ നിന്ന് കുറേ പൈസ അടിച്ചുകൊണ്ട് പോകണം. ഇതാണ് അങ്ങനത്തെ അതിൻ്റെ ആ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ കണ്ടോ, അന്യത ഉള്ള ഉപദേശം ആരും നിങ്ങളെ അതിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് പോകരുത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത്. ദൈവ കൃപയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉറയ്ക്കണം. അതിന് യോജിച്ച ഉപദേശം മാത്രമേ കേൾക്കാവുള്ളൂ. അല്ലാതെ ഇന്നലെ ഒരുത്തം പൊട്ടിമുളച്ച് പുതിയൊരു സഭ വഴി തുടങ്ങിയിട്ടുണ്ട്, അവിടെ പോകാൻ പാടില്ല. അല്ലേ? അങ്ങനത്തെ നവീനമായ ഉപദേശങ്ങളുടെ പുറകെ പോരും. നമ്മളെവിടാ പോകണ്ടേ? പഴയ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലാണ് പോകേണ്ടത്. 1-ാം നൂറ്റാണ്ടിൽ പഠിപ്പിച്ച ഉപദേശത്തിലേക്ക് മടങ്ങിപ്പോകണം. പ്രാചീന ഉപദേശത്തിലേക്ക് മടങ്ങിപ്പോകണം. അല്ലേ? അല്ലാതെ പുതിയത് കണ്ട് ഇറങ്ങരുത്. ചില സമയത്ത് ഈ പരമ്പരാഗത സഭാ വിശ്വാസങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നവരുടെ ചിന്താഗതി ഇനി എല്ലാം പുതിയതിൻ്റെ പുറകെ പോകണമെന്നല്ല. പുതിയതിൻ്റെ പുറകെ പോകല്ല. നിങ്ങൾ പഴയ സഭ വിട്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് വിട്ടത്? അത് ആദിമസഭയുടെ ഉപദേശത്തിൽ നിന്ന് ആ സഭ പോയതുകൊണ്ടായിരിക്കണം. അല്ലാതെ പുതിയൊരു സഭ ഇറങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് പോകാം, അതല്ല. അങ്ങനെ പുരാതനത്തിൻ്റെ പുറകെയാണ് പോകണ്ടേ. അതായത് നമ്മൾ 2 യോഹന്നാനിൽ വായിച്ചത്. ഈ ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഈ ഉപദേശത്തിൽ നിന്ന് അതിരുകളഞ്ഞു പോകുന്നവരുടെ പുറകെ നിങ്ങൾ പോകരുത്. അതായിരുന്നു 2 യോഹന്നാൻ 1:9. തീത്തോസിൻ്റെ 2:9-10. ഈ ഉപദേശത്തിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ എന്താ അവിടെ ചെയ്യേണ്ടത്? അവിടുത്തെ ദാസന്മാർക്ക് വേണ്ടിയിട്ടാണ്. ജോലിയൊക്കെ ചെയ്യുന്നവരെല്ലാം ചിന്തിക്കുക, തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരെല്ലാം ചിന്തിക്കുക. തീത്തോസ് 2:9-10. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരും ആയിരിക്കാൻ കൽപ്പിക്കുക. നമ്മുടെ സ്വഭാവം നിമിത്തം ദൈവത്തിൻ്റെ ഉപദേശത്തെ ആരും പുച്ഛിക്കാനിടയാകരുത്. ആ രീതിയിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കും. എന്തുപറ്റും? ഉപദേശത്തെ നമ്മുടെ ജീവിതം അലങ്കരിക്കും. അല്ലേ? ഉപദേശം കൂടുതൽ സൗന്ദര്യമുള്ളതായി മാറും. അപ്പം നമ്മുടെ ജീവിതം ഉപദേശത്തോട് ചേർന്ന് നിൽക്കണം എന്ന് പറയുമ്പോൾ, അതിൽ തന്നെ നമ്മൾ നിലനിൽക്കണമെന്ന് പറയുമ്പോൾ അതെന്തു പറ്റും? ഉപദേശത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്ന ഒരു അലങ്കാരമായി മാറും. 1 തിമോത്തി 6:1. യുഗത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിക്കുവാൻ തങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാർ എണ്ണേണ്ടതാകുന്നു. അത് മതി. ദോഷം വരുത്തി വെക്കരുത്. അല്ലേ? നമ്മുടെ ഉപദേശത്തെ ആരും ദോഷം പറയരുതെന്നല്ലേ പറഞ്ഞു, ദുഷിക്കരുത്. അതിനെന്ത് ചെയ്യണം? അധികാരികളോടൊക്കെ കീഴ്പ്പെട്ട് ജീവിക്കണം. ഇന്ന് പലപ്പോഴും ഇതൊന്നും പഠിപ്പിക്കാറില്ല. അല്ലേ? ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛനമ്മമാർ, പ്രത്യേകിച്ച് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, അച്ഛനമ്മമാരെ അവഗണിച്ച് വിശ്വാസത്തിൽ വന്നു. അപ്പം ഇനി എന്താ പരിപാടി? ഇനി അച്ഛനമ്മമാരെ അങ്ങ് അനുസരിക്കാതിരിക്കുന്നതാണ് ദൈവികം. അല്ലേ? അതല്ല കർത്താവ് പഠിപ്പിച്ചത്. വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ, വചനത്തിൻ്റെ വിഷയത്തിൽ അച്ഛനമ്മമാർ വചനത്തിനെതിരെ പറയുകയാണെങ്കിൽ ശരി, ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ബാക്കി എല്ലാ വിഷയത്തിലും അധികാരികളോട് കീഴ്പ്പെട്ടിരിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ കീഴ്പ്പെട്ട് ജീവിച്ചാലേ ദൈവത്തിൻ്റെ ഉപദേശം ആരും ദുഷിക്കാതിരിക്കുകയുള്ളൂ. അല്ലേ? 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പദ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. 5-ാമത്തെ വാക്യം. അവയാൽ അസൂയ, ഷണ്ഡ, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു.
അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിച്ചിട്ടാണ് മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പത്യ ഉപദേശത്തിന് വിരോധം പ്രസംഗിക്കുന്നവർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടി വിയിലൊക്കെ വരുന്ന പ്രസംഗകർ എന്തുകൊണ്ടാണ് പത്യോപദേശം പ്രസംഗിക്കാത്തത്? അതിൻ്റെ മൂല കാരണം 5-ാമത്തെ വാക്യത്തിലുണ്ട്. ദൈവഭക്തി ആദായ സൂത്രമെന്ന് അവർ ചിന്തിക്കുന്നു. ഈ ആദായ സൂത്രമെന്ന് പ്രത്യേകിച്ച് അതിൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫിനാൻഷ്യൽ ഗെയിൻ, സാമ്പത്തിക നേട്ടം, അല്ലേ? മതം വെച്ച് ജീവിക്കാം, പ്രസംഗിച്ച ആളുകളെ പറ്റിച്ച് ജീവിക്കാം, അങ്ങനത്തെവന്മാരാണ് പത്യോപദേശത്തിനെതിരെ പ്രസംഗിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലെ ഈ വേണ്ടാത്ത ദുരാഗ്രഹമൊക്കെ ജനിപ്പിച്ച് നമ്മളും അവനെപ്പോലെ സമ്പത്തിൻ്റെ പുറകെ പോകാൻ പ്രേരിപ്പിക്കും. അതൊക്കെയാണ് പിന്നെ താഴോട്ടുള്ള വാക്യങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് അത് എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഉപദേശത്തെ പരിരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ നിലനിൽക്കണം, തുടർമാനമായിട്ട് അനുസരിച്ച് നീങ്ങണം. നമ്മുടെ ജീവിതം ഉപദേശത്തിനൊരു അലങ്കാരമായിരിക്കണം, അല്ലാതെ തലച്ചോറി വെച്ചാൽ മാത്രം പോരാ. ഇനി രണ്ടാമതായിട്ട് ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞ പോലത്തെ ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്ന് ഉപദേശത്തെ സംരക്ഷിക്കണം, അതിൻ്റെ നിർമ്മലത കാത്തു സൂക്ഷിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദുരുപദേശം കേൾക്കാൻ പോകരുത്, ദുരുപദേശം വിശ്വസിക്കരുത്, പ്രചരിപ്പിക്കരുത്, അതിൻ്റെ പുറകെ പോകരുത്. അതാണ് ചെയ്യേണ്ട ഉത്തരവാദിത്തം. 2 യോഹന്നാൻ 1:10-11 ഒന്ന് കേൾക്കണേ. ഇത് പല വിശ്വാസികളും കേട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. വളരെ കഠിനമായ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2 യോഹന്നാൻ 1:10-11. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ, ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരികയാണെങ്കിൽ, എങ്ങനെ വരുന്ന ഈ ഉപദേശം ഇല്ലാതെ? TV ഓണാക്കുമ്പോൾ ഒരുത്തൻ ഇറങ്ങി വരും. നിങ്ങളുടെ ലിവിങ് റൂമിലോട്ട് അപ്പോസ്തലന്റെ ഉപദേശമല്ലാതെ, യേശു എന്ന തലയോളം വളരുവാനുള്ള പത്യോപദേശം അല്ലാതെ ഒരുത്തൻ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവനെ വീട്ടിൽ കയറ്റരുതെന്ന്. കേട്ടോ? വീട്ടിൽ കയറ്റരുത്. അവിടെ തീർന്നില്ല. അവനുമായി കുശലം പറയുകയും അരുത്. കുശലം പോലും പറയരുതെന്ന്. അവന് വന്ദനം ചൊല്ലരുത്. അവനെ അടിച്ചിറക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ TV കൂടെ അവനെ വീട്ടിൽ വിളിച്ച് മടിയിലിരുത്തുക. അവന് TV കൂടെ തൃത്വത്തിനെതിരെയും യേശുവിനെതിരെയും ഈ സാമ്പത്തിക സമൃദ്ധി എല്ലാം പ്രസംഗിക്കുന്ന വഷളന്മാരെ നമ്മൾ, അയ്യോ നല്ല പ്രസംഗമായിരുന്നു കേട്ടോ, ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് എടുത്ത് അയച്ചു കൊടുക്കും 10 പേർക്ക് വാട്സാപ്പിൽ കൂടെ. എന്നാൽ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നതിൻ്റെ പ്രസംഗം ആർക്കും ഷെയറും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, അല്ലേ? ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം. ഇവിടെ പറഞ്ഞിരിക്കുക, അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്, ഈ ഉപദേശത്തിന് വിരോധമായ ഒരുത്തൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ, അത് പടിമുറ്റത്തായാലും, അല്ലേ, ഡോറിലായാലും, TV കൂടെ ആയാലും, ഫോണിൽ കൂടെ ആയാലും, എവിടെ കൂടെ ആയാലും വീട്ടിൽ കയറ്റരുത്, അടിച്ചോടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് പാസ്റ്റർ ചെയ്യണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇടയന്മാർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. അത് ഇന്നിവിടെ പറയുന്നില്ല. അത് അവർക്ക് വേറെ തീത്തോസിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെയൊക്കെ വാ പൂട്ടണമെന്നാണ്. ഇത് എൻ്റെ വാക്കല്ല, അപ്പോസ്തലൻ്റെ വാക്കാണ്. അങ്ങനെയുള്ളവരുടെ വാ പൂട്ടണം. പണമുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവരുടെ വാ പൂട്ടണമെന്നൊരു വാക്യമുണ്ട് തീത്തോസിൽ. അത് ഉപദേഷ്ടാക്കന്മാർ, എന്നെപ്പോലത്തെ ശുശ്രൂഷകന്മാർക്കുള്ളതാണ്. ഇത് പക്ഷേ സകല വിശ്വാസികൾക്കും കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അപ്പോൾ കണ്ടോ, പത്യോപദേശം പഠിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രം പോരാ, അതിനോടൊരു പ്രതിബദ്ധത വേണം, ഒരു ഉത്തരവാദിത്തം വേണം. ഇതിനെതിരെ പ്രസംഗിക്കുന്നവരായിട്ടൊരു ബന്ധവും പാടില്ല. അവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ പാടില്ല, അവരുടെ സ്വാധീന വലയത്തിൽ പോകാൻ പാടില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. റോമാലേഖനം 16:17. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. കേട്ടോ പ്രബോധനം? നിങ്ങൾ കേട്ട ഉപദേശത്തിനെതിരെ പ്രസംഗിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. നമുക്ക് അങ്ങനെ ഒരു സൂക്ഷ്മതയൊക്കെ ഉണ്ടോ? നമ്മൾ ഭയപ്പെടാറുണ്ടോ? വചനത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുന്നവരുടെ അടുക്ക് പോകുമ്പോൾ നമുക്കൊരു ഭയമൊക്കെ വരുന്നുണ്ടോ? അല്ലേ? തീർന്നു ആ വാക്യം? ഇല്ലല്ലോ. അവരോട് അകന്നു മാറുവീൻ. കേട്ടോ, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. ഗലാത്യർ 1:8-9 ഒരു പരിചിതമായൊരു വാക്യമാണെങ്കിലും വായിച്ചു കേൾക്കാം. ഗലാത്യർ 1:8-9. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് എതിരായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ. അപ്പൊ കണ്ടോ, ഇതൊരു വ്യക്തിയെ സംബന്ധിക്കുന്നല്ലോ കേട്ടോ. ഈ അപ്പോസ്തലനായ പൗലോസ് തന്നെ നാളെ വന്നിട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനെതിരെ പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നൊരു ദൂതം വന്നു. അയ്യോ, എനിക്ക് രാവിലെ വെളിപ്പാട് കിട്ടി കേട്ടോ. ഇന്ന് അങ്ങനെയൊക്കെയാണല്ലോ പലരും പറയുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ ദൂതം വന്നു, അല്ലേ? ഇന്നിപ്പോൾ ദൂതനൊക്കെയാണ് വലുത്, യേശുവല്ല, അല്ലേ? എനിക്ക് കാഴ്ച ലഭിച്ചു, എനിക്ക് ദർശനം ലഭിച്ചു, എന്നിട്ട് പറയുന്നതോ മുഴുവൻ വചനവിരുദ്ധം. അങ്ങനെ ദൂതം പോലും ഇറങ്ങി വന്ന്
നിങ്ങളോട് അപ്പോസ്തലന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തിയ വചനത്തിനെതിരെ പറയുകയാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ. മാർത്തോമയുടെയൊക്കെ ഈ പ്രാർത്ഥനയുണ്ടല്ലോ, ലിറ്റർജിയിൽ, ഇതെല്ലാം ആഴ്ചയുണ്ട്. എനിക്ക് CSIയുടെ അറിഞ്ഞൂടെ, പക്ഷേ മാർത്തോമയിൽ എനിക്കറിയാം അല്ലേ. ആ ശപിക്കപ്പെട്ടവൻ, ഈ വാക്യം എല്ലാ ഞായറാഴ്ച ഉച്ചരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്, അവരുടെ ലിറ്റർജിയിലുള്ളതാണ് അല്ലേ. യുവാങ്കലിയോൺ എന്നും പറഞ്ഞൊരു ഭാഗത്ത് ഇത് പറയുന്നതാണ്, ഈ സുവിശേഷത്തിന് വിരോധമായി പ്രസംഗിക്കുന്ന ഏവനാകട്ടെ, അതിന് അപ്പോസ്തലനായ പൗലോസ് നാളെ ഇറങ്ങി വന്നാലും ദൂതം വന്നാലും അവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആ സംഭവം എന്ന് പറയുന്നത്, ആ തീക്ഷ്ണത കണ്ടോ, ഉത്തരവാദിത്തം കണ്ടോ. തുടർന്ന് വായിക്കാം. ഞങ്ങൾ മുൻപറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഈ ആദ്യം ദൈവം വെളിപ്പെടുത്തിയ സുവിശേഷമാണ് സുവിശേഷം. നൂതനമായ സുവിശേഷമൊന്നും നമുക്ക് വേണ്ട, സമൃദ്ധിയുടെ സുവിശേഷമൊന്നും നമുക്ക് വേണ്ട, കള്ളത്തരത്തിന്റെ സുവിശേഷമൊന്നും നമുക്ക് വേണ്ട, പുതിയൊരു സഭ താണ്ട് അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് വേണ്ട. ദൈവവചനത്തിലെ സുവിശേഷമാണോ, ആദിമസഭയുടെ സുവിശേഷമാണോ, പ്രാചീന സുവിശേഷമാണോ, അതിലേക്കാണ് മടങ്ങിപ്പോകേണ്ടത്. അതിൽ തന്നെ ഉറച്ചിരിക്കണം. ഇനി ആര് വന്ന് അതിന് വിപരീതമായി പറഞ്ഞാലും, അയ്യോ ദർശനത്തിൽ ഞാൻ യേശുവിനെ കണ്ടു, യേശു എന്നോട് പറഞ്ഞു എല്ലാവരും രക്ഷിക്കപ്പെടും അല്ലേ. ചിലരൊക്കെ അങ്ങനെ പറയും, യേശുവിനെ തന്നെ കണ്ടത്, ഏതോ വേറെ ഏതോ യേശു, 2 കൊരിന്ത്യരിൽ പറയുന്ന പോലെ വേറൊരു യേശു അല്ലേ. പണ്ട് നമ്മുടെ ക്യാപ്റ്റൻ AM സാമുവൽ എന്ന് പറഞ്ഞ അപ്പച്ചൻ കാശ്മീരിൽ പോയപ്പം അവിടെ ഒരു ഭൂതത്തെ ഇറക്കി, ഭൂതത്തോട് ചോദിച്ചു പേരെന്താ, പേര് യേശു. അങ്ങനെ യേശു ഭൂതമുണ്ട് അല്ലേ. ഈ അടുത്താലും ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഒരു യേശു ഭൂതം. ഭൂതം ചുമ്മാ കള്ളം പറയുക, എൻ്റെ പേര് യേശുവാണ്. ഏത് യേശു? കർത്താവായ യേശു ആണോ? അപ്പം അതിലൊന്നും നമ്മൾ ചതിക്കപ്പെടാൻ പാടില്ല. ഈ ദുരുപദേഷ്ടന്മാരിൽ നിന്ന് വചനസത്യങ്ങളെ നമ്മൾ സംരക്ഷിക്കണം, അതിൻ്റെ നിർമ്മലത കാത്തു സൂക്ഷിക്കണം. 2 തെസ്സലോനിയർ 3:6 2 തെസ്സലോനിയർ 3:6 സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം വിട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഇവിടുത്തെ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി ഉപദേശ സത്യങ്ങളൊന്നും തെറ്റിച്ച് പറയുന്നില്ല, പക്ഷേ അതിനോടുള്ള യോജിച്ചു പോകുന്ന ജീവിത ശൈലിയില്ല. അങ്ങനെയുള്ളവനെ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളണം. അയാൾ ഒരു വിരുദ്ധ ഉപദേശവും പറയുന്നില്ല, പക്ഷെ ജീവിതം ക്രമം കെട്ട് നടക്കുകയാണ് അല്ലേ. അങ്ങനെയുള്ളവരെ ഇപ്പം നമ്മളെ കൂടെ ഇറക്കിക്കളഞ്ഞാൽ പിന്നെ നമ്മുടെ സഭയിൽ പിന്നെ ആരും കാണത്തില്ല അല്ലേ. വിരുദ്ധ ഉപദേശം പറയുന്നവനെയും ജീവിതം കൊണ്ട് ഈ ഉപദേശത്തെ അലങ്കരിക്കാത്തവരും കൂടെ പറഞ്ഞു വിട്ടാൽ പിന്നെ നമ്മളാരെങ്കിലും കാണുമോ അല്ലേ. പല സഭകളിലെ ആദ്യം പാസ്റ്ററെ തന്നെ അടിച്ചിറക്കണം, കാരണം എല്ലാ സൺഡേയും പ്രസംഗം കൊണ്ട് ജീവിതത്തിൽ ഒന്നുമില്ല അല്ലേ. പ്രസംഗക്കാർ ഇപ്പം ഇവിടെ അപ്പോസ്തലന്മാരുടെ ആ ഒരു മാനദണ്ഡം കണ്ടോ, ക്രമം കെട്ട് നടക്കുന്നവർ, ഞങ്ങൾ പഠിപ്പിച്ച പോലൊന്നും അല്ല ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞിരിക്കുകയാണ് ജോലി ചെയ്യാതെ ആഹാരം തിന്നുന്ന മടിയന്മാരൊക്കെയാണ് പറഞ്ഞത്. ആ മടിയന്മാരുടെ കാര്യമൊക്കെ ഈ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ വ്യഭിചാരത്തിൽ കിടക്കുന്നവരുടെ കാര്യമൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ജോലിയും ചെയ്യാതെ മറ്റുള്ളവരിൽ ആശ്രയിച്ച് തിന്നു കിടക്കുന്ന മടിയന്മാരുടെ കാര്യമൊക്കെ പിന്നെ താഴോട്ട് പറഞ്ഞിരിക്കുന്നു. അതൊക്കെ അപ്പോസ്തലന്മാരുടെ പ്രമാണത്തിന് വിരുദ്ധമാണ്. അപ്പോൾ കണ്ടോ, ജീവിതശൈലി വചനമായിട്ട് ചേരാത്തവരെയും നമ്മൾ അകറ്റി നിർത്തണം. ഇതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. 3:14 സംസർഗം വിട്ട് വേർപിരിയാൻ. പണ്ടൊക്കെ നമ്മുടെ സഭകളിലൊക്കെ പള്ളികളിലൊക്കെ പള്ളിപ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം പാസ്റ്റർ പാപം ചെയ്താലും അതൊന്നും പറ്റത്തില്ലെന്നാണ് പറയുന്നത് അല്ലേ. പാസ്റ്ററെ പോലും ഡിസിപ്ലിൻ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ശിക്ഷണ നടപടിയും ഈ പുതിയ നൂതന സഭകളിലൊന്നുമില്ല. പഴയ സഭകളിലൊക്കെ ഇപ്പോൾ നമ്മളെ ചേച്ചി പറഞ്ഞു കേട്ടല്ലോ അല്ലേ, സഭയിൽ നിന്ന് പുറത്താക്കും. ഓക്കെ, അതെന്ത് വിഷയമാണേലും അവിടെ ആ ഒരു തത്വം പാലിക്കുന്നുണ്ടായിരുന്നു, സഭയുടെ വിശ്വാസമായിട്ട് ചേർന്ന് പോകാത്തവരെയൊക്കെ പുറത്താക്കണോ. അതൊക്കെ പണ്ടുകാലത്തുണ്ടായിരുന്നു. അപ്പോസ്തലൻ പഠിപ്പിച്ച കാര്യമാണ്. ഉപദേശത്തിനും ജീവിതശൈലിയിലും വ്യതിചലിച്ചു പോകുന്നവർ ലജ്ജിച്ചു പോകുവാൻ വേണ്ടി അവരുമായുള്ള സംസർഗം വിട്ടുകളയണം. അവരുമായിട്ട് സഭ കഴിഞ്ഞിട്ട് ബ്രദർ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പോയി റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, അതൊന്നും പാടില്ല. എല്ലാ സംസർഗവും മാറ്റണം. അപ്പോൾ അവന് ലജ്ജിച്ച് അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരും അല്ലേ. അവൻ നീ ഒരു സത്യവിശ്വാസിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് സംസർഗം വെടിഞ്ഞു. അപ്പോൾ കണ്ടോ, എത്രയോ കാര്യങ്ങൾ നമ്മളിവിടെ വായിച്ചു അല്ലേ. അപ്പോൾ ദൈവം നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന പത്യോപദേശം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അതെങ്ങനെ കാത്തു സൂക്ഷിക്കേണ്ട? ഈ വചനത്തിൽ തന്നെ ഉറച്ച് ഇതിനോട് ചേർന്ന് പോകുന്ന ജീവിതശൈലി കാത്തു സൂക്ഷിച്ച് നീങ്ങണം. രണ്ടാമതായിട്ട്, ദുരുപദേശക്കാരിൽ നിന്ന്
നമ്മൾ ഈ വചനത്തെ കാത്തു സൂക്ഷിച്ച് അതിൻ്റെ നിർമ്മലത സൂക്ഷിക്കേണ്ട വ്യക്തികളാണ്. ഇനി മൂന്നാമതായിട്ട് വചനം പ്രചരിപ്പിക്കണം, അല്ലേ? അതാണ് ഉപദേശ സത്യങ്ങളോടുള്ള നമ്മുടെ മൂന്നാമത്തെ ഉത്തരവാദിത്തം. വചനം പഠിക്കുക, വചനം പരിരക്ഷിക്കുക, മൂന്നാമതായിട്ട് വചനം പ്രചരിപ്പിക്കുക. 2 തിമോത്തി 2:2. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. നീ കേട്ട് പഠിച്ചു, ഇനി ഞാൻ കുത്തിയിരുന്നോ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇനി ചിലർക്കത് വരമേൽപ്പിച്ചു കൊടുക്കണം. അവരെന്ത് ചെയ്യും? മറ്റുള്ളവരെ ഉപദേശിക്കും. ഇതിങ്ങനെ കൈമാറേണ്ട ഒരു കാര്യമാണ് ഉപദേശം, അല്ലേ? നമ്മൾ പഠിക്കുന്നു, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നു, അവരടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നു. അങ്ങനെ ശിഷ്യത്വത്തിൻ്റെ ഒരു പരമ്പര ഉണ്ടാകണം. അതായത് നമ്മൾ പഠിച്ചിങ്ങനെ തലയും ചേർത്തിരുന്നാൽ പോരാ, അല്ലേ? അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് ഇത് പകർന്നു കൊടുക്കണം. കൊലോസ്യ ലേഖനം 3:16. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഐശ്വര്യത്തോടെ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി നിങ്ങൾ തമ്മിൽ പഠിപ്പിക്കണം. അല്ലോ, ഇതൊക്കെ പാസ്റ്റർ ചെയ്യണമെന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത്, അല്ലെ പള്ളിയിൽ ഒരു അച്ഛൻ ചെയ്യണമെന്നല്ല ഈ പറഞ്ഞിരിക്കുന്നത്. തമ്മിൽ ബുദ്ധി ഉപദേശിക്കുന്നവരായിരിക്കണം. വചനം ഉള്ളിൽ ഐശ്വര്യമായി വസിക്കുന്നത് നിമിത്തം നമ്മുടെ ആലോചനയിലൊക്കെ അത് ഇറങ്ങി വരികയാണ്. നമ്മുടെ അടുത്തൊരു വ്യക്തി വന്നിട്ട് പറയണം എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഉള്ളിൽ ഐശ്വര്യമായി വസിക്കുന്ന വചനം വായിലൂടെ ഇറങ്ങി വരികയാണ്. ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. നമ്മുടെ ആലോചന വചനപ്രകാരമായിരിക്കും. അപ്പോൾ കണ്ടോ, നമ്മൾ അന്യോന്യം ഈ വചനം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആരെയാണ് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ആരോടെങ്കിലും ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കാറുണ്ടോ? മറ്റുള്ളവരുടെ ആത്മീക വർധനവിനായിട്ട് വചനം പങ്കുവെക്കാറുണ്ടോ? അല്ലേ? അപ്പം ആരും ഇല്ലെങ്കിൽ കുടുംബത്തിലെങ്കിലും ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ? അപ്പന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, കുടുംബ പ്രാർത്ഥനയിൽ അതൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ പണ്ടൊരിക്കൽ ഒരു കുടുംബത്തിൽ പോയി. അപ്പോൾ ഞാൻ ഈ അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയൊന്നും അധികം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല സന്തോഷമായി കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന ആദ്യം അമ്മച്ചി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് അപ്പച്ചൻ ഒരു ബൈബിൾ എടുത്തിട്ട് സൂപ്പർ ഫാസ്റ്റ് പോകുന്ന സ്പീഡിൽ വായിച്ചു. ഒന്നും എനിക്ക് മനസ്സിലായില്ല. വായിച്ചതും പുള്ളി ഒരൊറ്റ മടക്ക്. പ്രാർത്ഥിച്ചു തീർന്നു. ഒരു ഉപദേശവും ഇല്ല അവിടെ, ഒരു ബുദ്ധി പറച്ചിലും ഇല്ല. ഈ വായിച്ച വചനത്തിൻ്റെ അർത്ഥം എന്തുവാ? അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ സ്തോത്രം, ഈ കുടുംബത്തിൽ വല്ലതും ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഈ ബോറ് പരിപാടി കണ്ട് ഒരു 18 വയസ്സാകുമ്പോൾ ഞാനൊരു ശുദ്ധ ബൈബിൾ വിരോധിയായി. ബോറ് സാധനം എടുത്ത് വെച്ച് വായിക്കും, മന്ത്രം പോലെ, അല്ലേ? പല ക്രിസ്തീയ അപ്പന്മാർ കാരണമാണ് അടുത്ത തലമുറ ദൈവത്തിൽ നിന്ന് അകന്നു പോയത്, അല്ലേ? അവർക്കോ ദൈവം, നമ്മൾ നേരത്തെ സങ്കീർത്തനക്കാരൻ്റെ വാക്യം വായിച്ചല്ലോ, സമ്പത്ത് കാണുന്ന പോലെ ഞാൻ അങ്ങനെ ഒരു അപ്പനെ കിട്ടിയാൽ മക്കൾ പറയും എന്തുവാടാ ഈ ബൈബിളിൽ, ഇയാൾക്ക് ഇത്ര സന്തോഷം വരാൻ എന്തുവാന്ന് പറഞ്ഞാൽ അവർ അന്വേഷിക്കാൻ തുടങ്ങും, അല്ലേ? അപ്പോൾ സ്വന്തമായിട്ട് അനുഭവമൊന്നും ഇല്ലാത്ത അപ്പനായതുകൊണ്ട് മക്കൾ പറയും എന്താ ബോറ് പരിപാടി, ചുമ്മാ മതപരമായ ചടങ്ങ്, അല്ലേ? പക്ഷെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം, വചനം പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം. അത് സഭയിൽ തമ്മിൽ ചെയ്യണമെന്നാണ് ഇപ്പോൾ കൊലോസ്യ 3 പഠിച്ചത്. അപ്പം നമ്മുടെ ഈ തമ്മിലുള്ള ശുശ്രൂഷയിൽ പലപ്പോഴും അതിന് അടുത്ത പ്രാവശ്യത്തെ വിഷയമാണ്. എന്നാലും ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഒരു ചായയും ഒരു കടിയും പിടിച്ചിട്ട് കുശലം അന്വേഷിക്കുക, എങ്ങനെ ഇരിക്കുന്നു, നടുവേദനയാണല്ലേ, പ്രാർത്ഥിക്കാം കേട്ടോ. ഇതാണ് നമുക്ക് കൂട്ടായ്മ. അല്ലാതെ അന്യൻ്റെ ആത്മീക വർധനവിനായിട്ട് വചനം പങ്കുവെക്കുന്ന കൂട്ടായ്മയൊക്കെ വല്ലപ്പോഴും കിട്ടും. വല്ല മിഷണറിമാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ചില സമയത്ത് ലഭിക്കാറുണ്ട്, അല്ലേ? ആ കൂട്ടായ്മയുണ്ടോ? അതാ വേണമെന്ന്, അതിന് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നില്ല, അപ്പോസ്തല പ്രവൃത്തികൾ 11 നമ്മൾ വായിക്കുന്നുണ്ട്, സ്തെഫാനോസ് നിമിത്തം ഉപദ്രവം ഉണ്ടായിട്ട് അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കി എല്ലാ യെരുശലേമിലെ വിശ്വാസികളും ചിതറിപ്പോയി. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 11:19-20 നമ്മൾ വായിക്കുന്നത്, അങ്ങനെ ചിതറിപ്പോയവർ ആദ്യം യഹൂദന്മാരോട് മാത്രവും പിന്നെ യവനന്മാരോടും വചനം പങ്കുവെച്ചു. ഈ പോയവരൊക്കെ പ്രസംഗകരായിരുന്നോ, ഉപദേഷ്ടാക്കന്മാരായിരുന്നോ? അല്ല, അപ്പോസ്തലന്മാർ ഒഴികെ ഉള്ളവരാണ് ഈ ചിതറിപ്പോയത്. അപ്പോസ്തലന്മാരെല്ലാം യെരുശലേമിലിരിക്കുക. അപ്പോൾ ഈ പോയവരെല്ലാം കണ്ടിടത്തെല്ലാം പോയി വചനം പറഞ്ഞു, സുവിശേഷം അറിയിച്ചു. അവിടുത്തെ ആ യവന ഭാഷയിൽ 11:20 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സർവ്വസാധാരണ സംസാരം എന്നുള്ള വാക്കാണ്. അവരുടെ സംഭാഷണങ്ങളിൽ അവർ സുവിശേഷം പറഞ്ഞു, അല്ലേ? സാധാരണ ഇപ്പം ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുന്ന ആ സംസാരം എന്നുള്ള വാക്കാണ്. അല്ലാതെ
പ്രസംഗിച്ചു എന്നുള്ള വാക്കല്ല, അതിന് വേറൊരു വാക്കുണ്ട് അവന് ഭാഷയിൽ. അല്ലെങ്കിൽ അരുളപ്പാട് അറിയിച്ചു, അതൊക്കെ ഒരു പ്രസംഗ പീഠത്തിൽ നിന്ന് വിളിച്ചുപോയി പ്രസംഗിക്കുന്നതിന് ആ വാക്കുകളൊന്നും അവിടെ ഉപയോഗിച്ചിട്ടില്ല 11-ാം അധ്യായത്തിൽ. അവിടെ പറഞ്ഞിരിക്കുന്നത് സാധാരണ സംഭാഷണത്തിലൂടെ അവർ വീട്ടിൽ വരുന്ന ആളുകളോടും നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്ക് വരുന്ന ജോലിക്കാരോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചപ്പോൾ സുവിശേഷം പടർന്ന്. അങ്ങനെയാണ് എന്ത് പറ്റിയത്? ജാതികളുടെ ആദ്യത്തെ സഭ സ്ഥാപിക്കപ്പെട്ടതും പിന്നീട് അപ്പോസ്തലനായ പൗലോസിൻ്റെ എല്ലാ മിഷണറി യാത്രകളുടെയും ബേസായ അന്ത്യോക്യ സഭ സ്ഥാപിക്കപ്പെട്ടു. അന്ത്യോക്യ സഭ സ്ഥാപിച്ച ആരാ? പേരും നാളും ഒന്നും അറിഞ്ഞൂടാത്ത കുറേ കൂട്ടര് സാധാരണ സംഭാഷണത്തിൽ വചനം പറഞ്ഞു. അങ്ങനെ വചനം പ്രചരിപ്പിച്ചപ്പോൾ ആളുകൾ രക്ഷിക്കപ്പെട്ട സഭയായി. ആ സഭയിൽ നിന്ന് അപ്പോസ്തലൻ ഈ മിഷൻ ദൗത്യമായിട്ട് പോയോണ്ടാണ് പിന്നെ ജാതീയരുടെ സഭയൊക്കെ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോസ്തലൻ പൗലോസ് ഇല്ലായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ, പത്രോസ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പോയോണ്ട് ചിലപ്പോൾ നടന്നേനെ. എന്നാലും നമ്മുടെ ഈ ജാതീയരുടെ ഇടയിലുള്ള, നമ്മളാണ് ഈ ജാതീയർ കേട്ടോ, അത് അറിഞ്ഞൂടാത്തവർ, നമ്മുടെ ഇടയിലുള്ള ഈ സുവിശേഷ പ്രഘോഷണവും പ്രവൃത്തിയൊക്കെ തുടങ്ങിയത് ഇങ്ങനെ. അപ്പം നമ്മൾ വചനം പ്രചരിക്കുന്നുണ്ട്. നമ്മുടെ സംഭാഷണങ്ങൾ എങ്ങനത്തെ സംഭാഷണങ്ങളാണ്? അന്യോന്യമുള്ള സംഭാഷണം, അവിശ്വാസികളുടെ സംഭാഷണം. വചനം പ്രചരിപ്പിക്കുവാൻ, ഉപദേശ സത്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കി സത്യവിശ്വാസത്തിൽ കടന്നു വന്ന് ക്രിസ്തുവിൽ വളരണമെന്നൊരു ദാഹം നമുക്കുണ്ടോ? അത് നിമിത്തം നമ്മൾ ഉപദേശ സത്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ്. അപ്പം നമ്മൾ ഇന്ന് കണ്ടത്, സ്നാനപ്പെട്ടവർ ഒരു സഭയായി കൂടി വന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ അതിൽ കേട്ടു പോന്നു. അപ്പം നമ്മൾ എന്താണ് ആ ഉപദേശം നോക്കി. പക്ഷേ കാതലായ വിഷയം ആ വചനത്തിലെ സത്യോപദേശത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. അത് പഠിക്കണം, അത് പരിരക്ഷിക്കണം, അത് പ്രചരിപ്പിക്കണം. സ്റ്റഡി ഇറ്റ്, സേഫ് ഗാർഡ് ഇറ്റ് ആൻഡ് സ്പ്രെഡ് ഇറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ കണ്ണുകളടച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനം പഠിക്കുവാനായിട്ടും ദുരുപദേശത്തിൽ നിന്ന് അതിനെ കാത്തു സൂക്ഷിച്ച് ജീവിതത്തിൽ നിലനിർത്തി മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുമായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവവചനവുമായിട്ടുള്ള ബന്ധമൊന്ന് ധ്യാനിക്കുക. നിങ്ങളും ബൈബിളും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? പൊടി തട്ടി എടുക്കേണ്ടി വരുമോ? അതോ നിരന്തരമായിട്ട് സങ്കീർത്തനക്കാരനെ പോലെ സന്തോഷവും ഇഷ്ടവും രസവും ഒക്കെ ഉളവാക്കുന്ന ദൈവത്തിൻ്റെ വെളിപ്പാടായിട്ടാണോ നിങ്ങളതിനെ കാണുന്നത്? അതോ ബൈബിൾ ഏതോ റൂമിൽ എവിടെയോ ഇരിപ്പുണ്ട്, നീ എടുത്ത് വായിക്കണം. നിങ്ങളുടെ ബന്ധം എവിടെ ആയിരിക്കുന്നു? അതിലൂടെ വെളിപ്പെട്ടു വരുന്ന ദൈവഭക്തി ഏത് തലത്തിലാണെന്ന് ചിന്തിക്കുക. എന്നിട്ട് ശരിയായ രീതിയിൽ മാനസാന്തരപ്പെട്ട് വചനത്തോട് കൂറുപുലർത്തുവാൻ ഒരു പുതുക്കം പ്രാപിക്കാം. അതിനോടുള്ള കീഴ്പ്പെടലും പ്രതിബദ്ധതയ്ക്കായിട്ടും കൂടുതൽ വളരുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഈ ധ്യാനത്തെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ദൈവവചനത്തെ സ്നേഹിക്കുന്ന സത്യഭക്തന്മാരാകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും പഠിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായിട്ട് ഞങ്ങളേവരും വളരുവാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന സകലരും നിൻ്റെ ദൈവവചനം നിരന്തരം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഭക്തന്മാരാകുവാൻ ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും ദിനരാത്രി കർത്താവെ അതിൽ തന്നെ ധ്യാനം വച്ചിരിക്കുന്ന ഭാഗ്യവാനാകുവാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തെ സ്നേഹിക്കുവാൻ, വചനത്തിൽ രസം കണ്ടെത്തുവാൻ, വചനം ബോറടിക്കാതെ കർത്താവെ അതിൽ ആനന്ദിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തോടുള്ള ആർത്തി വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനസത്യങ്ങൾ മനസ്സിലാക്കി തലച്ചോറിൽ സൂക്ഷിക്കുന്നതിനപ്പുറത്തായിട്ട് അത് ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച് രൂപാന്തരപ്പെടുത്തി ക്രിസ്തയേശുവിൻ്റെ സൗരഭ്യവാസന ഉളവാക്കുന്ന, പത്യോപദേശത്തിന് അലങ്കാരമായി തീരുന്ന ഭക്തിജീവിതം നയിക്കുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സഭയെന്ന രീതിയിൽ കർത്താവെ ഞങ്ങൾ അപ്പോസ്തോലിക സഭയുടെ ഈ ആചാരത്തിൽ വളരുവാൻ, ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കുകയും പഠിക്കുകയും ചെയ്യുന്നൊരു സഭയായിട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ കർത്താവെ ഈ കൂട്ടത്തെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഭവനത്തിൽ കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഏവർക്കും ഭാഗ്യം നൽകിയതിനായിട്ട് സ്തോത്രം. സകല മാനവ മഹത്വം അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.